നിങ്ങൾ കഴിഞ്ഞു എന്ന് പറയുന്നിടത്ത് സ്വർഗത്തിന്റെ സമയം തുടങ്ങുക. നിന്റെ എല്ലാ വിഷയങ്ങൾക്കകത്ത് യേശു പറയും, ഞാൻ ആകുന്നവൻ, ഞാൻ ആകുന്നു. നിങ്ങൾ പറയും, കർത്താവേ എന്റെ സാമ്പത്തിക ആവശ്യം, സ്വർഗം പറയുന്നു അതിന്റെ പരിഹാരം ഞാനാകുന്നു. എന്റെ തലമുറ, കർത്താവ് പറയും അവർക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് ഞാനാ. കർത്താവേ എന്റെ കുടുംബത്തിന്റെ വിഷയങ്ങൾ, സ്വർഗം പറയും അതിനെ കരുതുന്നവൻ ഞാനാ. നിനക്ക് വിരോധമായി വരുന്ന ഒരായുധവും ഫലിക്കയില്ല. ഇത് ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞിന് ദൈവം കൊടുക്കുന്ന വാഗ്ദത്തമാ. വിശ്വസിക്കുന്നവനുണ്ടോ? ലോകത്തിന്റെ ഒരാഭിചാരവും ഒരു നേർച്ചയും ഒരു കാഴ്ചയും ഒരു ശാപവും നിന്നെയോ നിന്റെ തലമുറയോ തൊടത്തില്ല. നിന്റെ വിഷയത്തിന്റെ നടുവിൽ പരിഹാരമായി ഒരുവൻ വന്നു നിന്നിട്ട് പറയുക, നീ അനുഭവിക്കുന്ന പ്രശ്നത്തിന്, നീ അനുഭവിക്കുന്ന ഭാരത്തിന് അവൻ പരിഹാരം ഞാൻ ആകുന്നു. ഓ, ഞാൻ ആകുന്നു. ഇതൊരു മനുഷ്യന്റെ ശബ്ദമല്ല, ഇതൊരു സ്വർഗത്തിന്റെ ശബ്ദമാ. നിങ്ങൾ പറയും, കർത്താവേ എന്റെ സാമ്പത്തിക സ്ഥിതി വല്ലാത്ത പരിങ്ങല്ല, എന്റെ ആരോഗ്യം വല്ലാതെ മോശമായി കൊണ്ടിരിക്കുക, എന്റെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ വല്ലാതെ മോശമായി കൊണ്ടിരിക്കുക. സ്വർഗം പറയും, നീ ഏത് വിഷയത്തിന്റെ നടുവിൽ ആയിരിക്കുന്നു അതിന്റെ പരിഹാരം ഞാൻ ആകുന്നു. സന്തോഷത്തോടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കും. ഇന്ന് രാത്രികാലം സ്വർഗം നമുക്ക് വേണ്ടി വലിയവ ചെയ്യും. ആമേൻ. നമ്മളായിരിക്കുന്നത് സർവശക്തനായ ദൈവത്തിൻ്റെ മുമ്പിലാണ്. നിങ്ങളുടെ ഉപവാസത്തിൻ്റെ 4ാമത്തെ രാത്രികാലമാണ് എന്നെനിക്കറിയാം. ഹല്ലേലൂയ. ഉപവാസത്തോടെ ആയിരിക്കുന്നവരൊന്ന് കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ച്. ഉപവാസത്തോടെ, ദിവസങ്ങൾ ഉപവാസത്തോടെയാണ്. ഓക്കെ, കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കാരണം ദൈവസന്നിധിയിൽ ഇരിക്കുന്നവരെ സ്വർഗം വെറുതെ അയക്കത്തില്ല. അപ്പോൾ നിങ്ങൾ പറയും, സിസ്റ്റർ ഞങ്ങൾ ഫുള്ളായിട്ട് ഉപവാസം അല്ലെന്നേ ഉള്ളൂ, ഭാഗികമായിട്ട് ഫാസ്റ്റിങ്ങിലൊക്കെ ആയിരിക്കുന്നവരുണ്ട്. എന്തുവായാലും നിങ്ങളുടെ ആരോഗ്യത്തിനനുസരിച്ച് ദൈവസന്നിധിയിൽ ഇരിക്കുക. ഹല്ലേലൂയ. കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മുടെ സാമീപ്യം മാത്രമാണ്. കർത്താവിന് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ കൂടെ ഇരിക്കാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന് ഭയങ്കര ഇഷ്ടം. കർത്താവ് എപ്പോഴും ആഗ്രഹിച്ചത് നമ്മുടെ കൂടെ ഇരിക്കണമെന്നാണ്, മനുഷ്യനോടുകൂടി. എന്തിനാ അധികം മനുഷ്യനെ ഉണ്ടാക്കിയത്? കൂടെ ഇരിക്കാൻ വേണ്ടി. കർത്താവിനൊരു കമ്പനിക്ക്. ഹല്ലേലൂയ, ആമേൻ. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ മറവിൽ മറഞ്ഞിരിക്കുന്ന നിങ്ങളെല്ലാവരെയും കർത്താവ് മാനിക്കും. ഒരു വ്യക്തിയെ പോലും ഇതിനകത്തുനിന്ന് സ്വർഗം വെറുതെ അയക്കത്തില്ല. ഹല്ലേലൂയ. ഒരു വ്യക്തി പോലും. നിങ്ങൾ ഒരുപക്ഷെ ആരെയും വിളിച്ചു വന്നതായിരിക്കും, പാസ്റ്റർ ഒത്തിരി തവണ പറഞ്ഞാണ്, സിസ്റ്ററെ ബ്രദറെ ഇന്ന് നമ്മുടെ ചർച്ചിൽ ഫാസ്റ്റിംഗ് നടക്കുവാണ്, മുടങ്ങല്ലേ, വരണേ. ഹല്ലേലൂയ, മുടങ്ങരുതെന്ന് പറഞ്ഞിട്ട് ഒരുപക്ഷെ അങ്ങനെ വന്നതായിരിക്കാം. അടുത്തിരുന്ന സഹോദരി, നീ കൂടെ വന്നാൽ എനിക്കൊരു കൂട്ടായനം എന്ന് പറഞ്ഞ് കൊണ്ടുവന്നത്. എന്തോ ആയിക്കൊള്ളട്ടെ, നിങ്ങൾ ഇതിനകത്ത് ഇന്ന് രാത്രികാലമായിരിക്കുന്നെങ്കിൽ അതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യത്തിൻ്റെ മറവിൽ ഇരിക്കുന്നവരെ വെറുതെ അയക്കാത്തൊരു ദൈവ സാന്നിധ്യമുണ്ട്. ഈ ചർച്ചിനകത്തൊരു ദൈവ സാന്നിധ്യമുണ്ട്. വന്നപ്പോൾ തന്നെ ഞാനത് മനസ്സിലാക്കുക. ഹല്ലേലൂയ. ഇതിനകത്ത് ദൈവ സാന്നിധ്യത്തിന്റെ മറവിലായിരിക്കുന്ന നിങ്ങളെ ആരെയും വെറുതെ അയക്കാത്ത ഒരുവൻ ഇതിനകത്ത് വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവരുണ്ടോ? ഇന്ന് രാത്രികാലം ചില അത്ഭുതങ്ങളെ നിങ്ങളുടെ ജീവിത വിഷയങ്ങൾക്കകത്ത് ഒരുപക്ഷെ നിങ്ങളെ തളർത്തുന്ന, നിങ്ങളെ അലച്ചിലുകൾ കൊണ്ടിട്ട് നിങ്ങളെ വല്ലാതെ ഭാരപ്പെടുത്തുന്ന ഒത്തിരിയേറെ വിഷയങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം. പക്ഷെ ഇന്ന് രാത്രികാലം ഞാൻ ആത്മാർത്ഥതയോടെ ദൈവ സാന്നിധ്യത്തിനകത്ത് വിളിച്ചു പറയും, നിങ്ങളുടെ അവസ്ഥകളെ മാറ്റുന്ന ഒരുവൻ ഇന്ന് രാത്രികാലം ഈ ഹാളിനകത്ത് വന്നിട്ടുണ്ട്. അവൻ നിങ്ങളെ കാണാതെ പോകത്തില്ല. ഒരുപക്ഷെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന സഹോദരിക്ക് നിങ്ങളെ കാണാൻ കഴിഞ്ഞെന്ന് വരത്തില്ല, നിങ്ങളുടെ വിഷമങ്ങൾ അറിയാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. പക്ഷെ നിങ്ങളെ നല്ലതുപോലെ അറിയുന്ന ഒരുവൻ, ഒരുവൻ അവന്റെ നാമം യഹോവ, അവന്റെ നാമം യേശു, അവന്റെ നാമം സർവശക്തൻ. ഇന്ന് രാത്രികാലം ആ സർവശക്തനായ ദൈവം ഇതിനകത്ത് ചലിക്കുന്നു. ഒരു നിമിഷം വായികളെ തുറന്ന് ആ കർത്താവിനൊന്ന് സ്തുതിക്കാൻ കഴിയുമോ? ഒരുപക്ഷെ നിങ്ങളുടെ ഹൃദയത്തിലെ വിചാരങ്ങൾ, ഹൃദയത്തിലെ വേദനകൾ ഒരു മനുഷ്യനും അറിയാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. പക്ഷെ ഇന്ന് രാത്രികാലം ഇതിനകത്തിറങ്ങി നിൽക്കുന്ന ദൈവ സാന്നിധ്യത്തിന് നിങ്ങളെ നല്ലതുപോലെ അറിയാം. ഇതിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന ദൈവ സാന്നിധ്യത്തിന് നിങ്ങളെ നല്ലതുപോലെ അറിയാം. നിങ്ങൾ ഒരുപക്ഷെ പറയുന്നുണ്ട്, കർത്താവ് എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല, എൻ്റെ ഭർത്താവിന്, എൻ്റെ ഭാര്യയ്ക്ക്, എൻ്റെ അപ്പന്, എൻ്റെ മക്കൾക്ക്, ഹല്ലേലൂയ, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്നെ മനസ്സിലാക്കാൻ കഴിയില്ല. പക്ഷെ ഇന്ന് രാത്രികാലം ഒരുവൻ ഇതിനകത്ത് വന്നിട്ടുണ്ട്.
ഹല്ലേലൂയ ഇതിനകത്ത് വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഹൃദയങ്ങളെ നല്ലതുപോലെ അറിയുന്ന ഒരുവൻ. ഞാൻ എവിടെ കർത്താവിൻ്റെ ഞാൻ സഭയ്ക്കകത്തായാലും പുറത്തായാലും ആമേൻ കർത്താവിൻ്റെ സ്ഥലം എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, എന്നെ അറിയാൻ ആമേൻ അടുത്തിരിക്കുന്ന ഒരു വ്യക്തിക്കും പറ്റിയെന്ന് വരത്തില്ല. ഹല്ലേലൂയ. നിങ്ങൾ പറയുമായിരിക്കും, എന്നെ മനസ്സിലാക്കുമെന്ന് വിചാരിച്ചത് എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ ആമേൻ വൈഫ്, ഹല്ലേലൂയ, എൻ്റെ കുഞ്ഞുങ്ങൾ, ആമേൻ, അല്ലെങ്കിൽ എൻ്റെ അമ്മയപ്പന്മാർ എന്നെ മനസ്സിലാക്കുമെന്ന് വിചാരിച്ചു. അവർക്കെങ്ങും മനസ്സിലാകത്തില്ല നിങ്ങളെ. പക്ഷെ മനസ്സിലാകുന്ന ഒരുവൻ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. മനുഷ്യന്മാർ മനസ്സിലാക്കിയിട്ടും കാര്യമില്ല. ഹല്ലേലൂയ. സ്വർഗം നിങ്ങളെ മനസ്സിലാക്കാൻ തുടങ്ങിയാൽ ആ കർത്താവിൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഹൃദയങ്ങളെ അറിയുവാൻ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനകത്തുള്ള നീറുന്ന വിഷയങ്ങൾക്ക് പരിഹാരം തരാതെ ആ കർത്താവ് മടങ്ങത്തില്ല. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരുണ്ടോ? നിങ്ങൾ അത്ഭുതങ്ങളെ കാണാൻ പോവുക. ഇന്ന് 4-ാമത്തെ ദിവസമാണ്. 4-ാമത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ നിങ്ങൾക്ക്? ഹല്ലേലൂയ. 3 കൊണ്ട് പ്രതീക്ഷകൾ അസ്തമിക്കും. 4-ാമത്തെ ദിവസം പ്രതീക്ഷ ആമേൻ ഒട്ടുമേ ഇല്ലെന്ന് പറയുന്ന ദിവസമാണ്. പക്ഷെ കർത്താവ് പറയും, മനുഷ്യൻ്റെ ചിന്ത അസ്തമിക്കുന്നിടത്തുനിന്ന് ഞാൻ ചിലതിനെ എഴുന്നേൽപ്പിക്കുന്ന ദിവസമാണ്. എനിക്കറിയത്തില്ല ആമേൻ, ഞാനത് പറയാനല്ല, പക്ഷെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഇതിനകത്തുനിന്ന് കർത്താവിന് സാക്ഷ്യമായി ചിലതിനെ എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. കർത്താവിന് സാക്ഷ്യമായി ആമേൻ പലരും എഴുതി തള്ളിയതിനെ, പലരും എഴുതി തള്ളിയതിനെ എനിക്കറിയത്തില്ല. കർത്താവിൻ്റെ അഭിഷേകത്തിൽ നിങ്ങൾ പറയാൻ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, ഇതൊരിക്കലും വളരത്തില്ലെന്ന്, ഇതൊരിക്കലും എഴുന്നേൽക്കത്തില്ലെന്ന്, പച്ച പിടിക്കത്തില്ലെന്ന് പറഞ്ഞ മണ്ഡലത്തിനകത്തുനിന്ന് സ്വർഗം പറയുക, പലരും എഴുതി തള്ളിയതിനകത്തുനിന്ന് സ്വർഗം എഴുന്നേൽപ്പിക്കുക. ഈ ദേശത്തിനകത്ത് നിങ്ങൾ ഒരിക്കലും പച്ച പിടിക്കത്തില്ലെന്ന് പറഞ്ഞതാ, ഒരിക്കലും നിൽക്കത്തില്ലെന്ന് പറഞ്ഞതാ, പൊളിഞ്ഞു പോകുമെന്ന് പറഞ്ഞതാ. പക്ഷെ സ്വർഗം പറയുക, സ്വർഗം വരിക, പൊളിയുമെന്ന് പറഞ്ഞതിന്റെ നടുവിൽ നിങ്ങളെ എഴുന്നേൽപ്പിക്കാൻ ഇന്ന് രാത്രികാലം ഇത് തകരണമെന്ന് ചിന്തിച്ചുകൊണ്ട് പുറത്തുനിന്ന് നിങ്ങളെ നോക്കുന്ന കണ്ണുകൾക്ക് ആശ്ചര്യമാകും വിധം പണിയുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രികാലം ഈ സഭയ്ക്ക് വേണ്ടി ഇതിനകത്ത് ചലിക്കുന്നു. വിശ്വസിക്കുന്നവരുണ്ടോ? കരങ്ങളെ തട്ടി കർത്താവിന് നന്നായിട്ടൊന്ന് സ്തോത്രം ചെയ്തേ. ഞാൻ ഇന്ന് രാത്രികാലം പറയാം, എന്റേതായിട്ട് ഒരു വേടും ഇതിനകത്ത് വരത്തില്ല. അതെനിക്ക് ഉറപ്പാ. ഞാൻ എൻ്റെ കർത്താവിനോട് പറഞ്ഞേച്ചാ വന്നേ, കർത്താവ് ഇതിനകത്ത് എൻ്റേതായിട്ടോ എൻ്റെ ചിന്തയ്ക്കകത്തെന്നോ ഒരു വാക്കും വരരുത്. ഇതിനകത്തുനിന്ന് വരുന്നെങ്കിൽ സ്വർഗം നിങ്ങൾക്ക് വേണ്ടി തരുന്നതാ. വിശ്വാസത്തോടെ റിസീവ് ചെയ്തോണം. സ്വർഗം ചിലത് ചെയ്യാൻ പോവുക. കാരണം 4-ാമത്തെ ദിവസം മനുഷ്യൻ്റെ ചിന്ത അവസാനിക്കുന്നിടത്തുനിന്ന് സ്വർഗം ചിലതിനെ പുറത്തെടുക്കുന്ന ദിവസമാ. ലാസറിന്റെ കല്ലറയ്ക്കൽ വരുമ്പോ എല്ലാവരും പറഞ്ഞു, യേശുവിന്റെ സ്നേഹിതനല്ലായിരുന്നു, എന്നിട്ടും എന്തേ അവൻ ലാസറിനെ സൗഖ്യമാക്കാൻ യേശു വന്നില്ല. മരിച്ചപ്പോഴും അവർക്കൊരു ചെറിയ പ്രതീക്ഷ. നയീനിലെ വിധവയുടെ മകനെ അവൻ പോകുന്ന വഴിയിൽ സൗഖ്യമാക്കിയതുപോലെ, അവൻ പാളയത്തിന് പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അവൻ എഴുന്നേൽപ്പിച്ചതുപോലെ, യായിറോസിന്റെ മകളെ വീട്ടിൽ പോയി എഴുന്നേൽപ്പിച്ചതുപോലെ ഒരുപക്ഷെ സ്നേഹിതനായതുകൊണ്ട് ലാസറിനെ എഴുന്നേൽപ്പിക്കാൻ വരുമായിരിക്കും. പക്ഷെ ലോകം മുഴുവനും പറഞ്ഞു 3 കഴിഞ്ഞു, ഇനി പ്രതീക്ഷ അസ്തമിച്ചു. സ്വർഗം പറയുക, എൻ്റെ സമയമായിട്ടേ ഉള്ളൂ. ഇന്ന് രാത്രികാലം ഇതിനകത്ത് പരിശുദ്ധ ആരോടൊക്കെ പറയുക, നിങ്ങൾ കഴിഞ്ഞു എന്ന് പറയുന്നിടത്ത് സ്വർഗത്തിന്റെ സമയം തുടങ്ങുക. നിങ്ങൾ കഴിഞ്ഞു എന്ന് പറയുന്നതിനടുത്ത്, ഹല്ലേലൂയ, നിങ്ങൾ കഴിഞ്ഞു എന്ന് പറയുന്നതിന്റെ നടുവിൽ നിന്ന് സ്വർഗം ചിലതിനെ ആരംഭിക്കുക. വർഷിപ്പ് ചെയ്ത പ്രിയ ബ്രദറിനോട് സ്വർഗം പറയുക, നിങ്ങൾ തീർന്നു, അവൻ നിങ്ങളുടെ ഹല്ലേലൂയ ലിമിറ്റായി എന്ന് പറയുന്ന നടുവിൽ നിന്ന് സ്വർഗം ഒരു പുതിയ തലത്തിലേക്ക് നിങ്ങളെ ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു കാഴ്ച സ്വർഗമെന്നെ കാണിക്കുന്നു. ആമേൻ. അതിർവരമ്പുകൾ പൊട്ടട്ടെ. സഭയുടെ മേൽ നിന്ന്, കുടുംബങ്ങളുടെ മേൽ നിന്ന് അതിർവരമ്പുകൾ ഞാൻ ബ്രേക്ക് ചെയ്യുന്നു. ദൈവിക സാന്നിധ്യത്തിന്, ദൈവ പ്രവർത്തികൾക്കും വിരോധമായി ഈ ദേശത്തിൽ ഉയരുന്ന സകല അന്ധകാരത്തിന്റെ മണ്ഡലങ്ങളെയും അധികാരത്തോടെ ഇന്ന് രാത്രികാലം ഞാൻ ബ്ലോക്ക് ചെയ്യുകയാണ്. ദൈവസഭയ്ക്ക് വിരോധമായി ഉയരുന്ന സകല ഇരുട്ടിന്റെ ആധിപത്യങ്ങളും അധികാരത്തോടെ ബ്രേക്ക് ചെയ്യുന്നു. ദൈവസഭയ്ക്ക് വിരോധമായി ഉയരുന്ന സകല സൈവനങ്ങളെയും
സ്വർഗം വ്യക്തമായി പറയുക, സഭയ്ക്ക് വിരോധമായി ഉയരുന്ന ചിലതിനെ സ്വർഗം ഇന്ന് രാത്രികാലം ബ്ലോക്ക് ചെയ്യാൻ പോവുക. ദൈവജനത്തിന് വിരോധമായി ഒരു പരിധി വിട്ട് ജനം വരത്തില്ല, ഒരു പരിധി വിട്ട് വിടുതൽ നടക്കുന്നില്ല, ഒരു പരിധി വിട്ട് വളരാൻ കഴിയുന്നില്ല. ഒരു നിശ്ചിത സംഖ്യക്കകത്ത് ഒതുക്കി വെക്കുന്നത് പോലെ ശത്രു വിടുന്ന സകല പദ്ധതികളെയും അവൻ സ്വർഗം ഇന്ന് രാത്രികാലം മനുഷ്യന്റെ വിധികളെ ഭേദിച്ചുകൊണ്ട് ഇന്ന് രാത്രികാലം ബ്രേക്ക് ചെയ്യുക. ചില കുടുംബങ്ങളെ മേൽ കിടക്കുന്ന ചില കെട്ടുകളെ സ്വർഗം ഇന്ന് രാത്രികാലം ബ്രേക്ക് ചെയ്യുന്നു. നിങ്ങളുടെ സാമ്പത്തിക അതിരുകൾ, നിങ്ങളുടെ ആരോഗ്യത്തിന്റെ അതിരുകൾ, തലമുറയുടെ വിദ്യാഭ്യാസത്തിന്റെ അതിരുകളെ സ്വർഗം ഇന്ന് രാത്രികാലം ബ്രേക്ക് ചെയ്യുന്നു. സ്വർഗം ഇന്ന് രാത്രികാലം ബ്രേക്ക് ചെയ്യുക. സ്വർഗം ഇന്ന് രാത്രികാലം ബ്രേക്ക് ചെയ്യുക. സ്വർഗം ഇന്ന് രാത്രികാലം ബ്രേക്ക് ചെയ്യുക. നിന്റെ ഹൃദയത്തിന്റെ വേദനയോ ദൈവസല്ല എരിവോ സ്വർഗം കാണുക. അവൻ അടച്ചൊതുക്കുന്ന ചിലതിനെ ബ്രേക്ക് ചെയ്തിട്ട് തക്ക സമയത്ത് സ്വർഗം പുറത്തെടുക്കാൻ പോവുക. സ്വർഗം ചിലത് ചെയ്യണേ. മനുഷ്യന് തടയാൻ കഴിയാത്തത്, ദേശത്തിന്റെ ആധിപത്യങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തതിനെ ദൈവസഭ ചെയ്തെടുക്കാൻ പോവുക. ഞാൻ പ്രസംഗിക്കാൻ വന്ന വിഷയം എൻ്റെ പുറകിലിരുന്ന് എന്നെ നോക്കി കൈയാട്ടി വിളിക്കുന്നുണ്ട്. പക്ഷെ സ്വർഗം ഇപ്പം എൻ്റെ കയ്യിലോട്ട് കൊണ്ടുവന്ന ഒരു കുഞ്ഞു ചിന്ത പറഞ്ഞിട്ട് ഞാൻ അതിലോട്ട് കിടക്കാം. ഹല്ലേലൂയ. പണ്ട് മോശയെക്കുറിച്ച് സ്വർഗം പറയുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തിൻ്റെ വലങ്കൈ മോശയുടെ വലങ്കൈയാക്കി. ഹല്ലേലൂയ. വീര്യപ്രവർത്തികളെ ചെയ്യാൻ ദൈവം മോശയുടെ കൈ അധികാരപ്പെടുത്തി. ഇന്ന് രാത്രികാല സഭയ്ക്ക് വേണ്ടി സ്വർഗം പറയുക, ദൈവത്തിൻ്റെ കൈ സഭയ്ക്ക് വേണ്ടി സ്വർഗം നീട്ടുക. സഭയ്ക്ക് വേണ്ടി സ്വർഗം നീട്ടുക. ദേശത്തിനകത്ത് കെട്ടപ്പെട്ട് കിടക്കുന്ന ചിലതിനെ അഴിച്ചെടുക്കാൻ, ഒതുക്കപ്പെട്ട് കിടക്കുന്ന ചിലതിനെ പുറത്തെടുക്കാൻ, ചോദ്യങ്ങൾ ഉയർത്തിയവരുടെ മുൻപാകെ ആശ്ചര്യ ചിഹ്നമാകുമാർ സ്വർഗം സഭയെ എഴുന്നേൽപ്പിക്കുക. ഇത് 4-ാം ദിവസം സ്വർഗം ചിലതിനെ പുറത്തെടുക്കാൻ പോവുക. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. ഞാനൊരു കുഞ്ഞു ചിന്തയെ പെട്ടെന്ന് വെച്ചിട്ട്, എനിക്കറിയാം കഥാവിൻ്റെ അഭിഷിക്തനോട് സമയപരിധി പറഞ്ഞിട്ടുണ്ട്. 10 മിനിറ്റ് കൂടുതൽ എടുക്കാൻ പെർമിഷൻ തന്നിട്ടുണ്ട്. മാക്സിമം ഞാൻ അതിനകത്ത് ഒതുക്കാം. നിങ്ങൾക്കൊക്കെ വീട്ടിൽ പോകണമെന്ന് എനിക്കറിയാം. എനിക്ക് അതിനേക്കാളും ദൂരെ പോകണം. ഹല്ലേലൂയ. ഓക്കെ, പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസ്ഥനിലായിരിക്കാം. എടുക്കാമോ? വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 14-ാമത്തെ അധ്യായം, അതിൻ്റെ 14-ാമത്തെ അധ്യായം, മത്തായി എഴുതിയ സുവിശേഷം 14-ാമത്തെ അധ്യായം അതിൻ്റെ 34, 35, 36 വാക്യങ്ങൾ ഒന്ന് എടുത്തൊരാൾ വേഗത്തിൽ വായിക്കാമോ? മത്തായി എഴുതിയ അവർ അക്കരയെത്തി ഗന്നസരത്ത് ദേശത്ത് ചെന്നു. അവിടുത്തെ ജനങ്ങൾ അവൻ ആരെന്ന് അറിഞ്ഞ് ചുറ്റുമുള്ള നാട്ടിലൊക്കെയും ആളയച്ച് ദീനക്കാരെയൊക്കെയും അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ മാത്രം തൊടുവാൻ അനുവാദം ചോദിച്ചു. തൊട്ടവർക്ക് ഒക്കെയും സൗഖ്യം വന്നു. ഹല്ലേലൂയ. തൊട്ടവർക്കൊക്കെയും സൗഖ്യം വന്നു. ഹല്ലേലൂയ. എൻ്റെ ചിന്ത അവിടെ അല്ല, അതിനകത്ത് എന്നെ സ്പർശിച്ചൊരു ഭാഗമുണ്ട്. അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ട് വേഗത്തിലിരിക്കും. ഹല്ലേലൂയ. തുടക്കത്തിൽ ഇങ്ങനെ പറയുന്നു, അവൻ ഗന്നസരത്ത് ദേശത്ത് എത്തി. ഹല്ലേലൂയ. അവിടെ ചെന്നപ്പോൾ ആ ദേശത്തിലുള്ളവർ അവൻ ആരെന്ന് അറിഞ്ഞ്, ആമേൻ, ഹല്ലേലൂയ, യേശു ആരെന്ന് അറിഞ്ഞ്, ആമേൻ, ആമേൻ, ആളയച്ച്, അടുത്ത ദേശങ്ങളിലൊക്കെയും ആളയച്ച് ദീനക്കാരെയൊക്കെയും യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരിക. ഇന്ന് രാത്രികാലം എൻ്റെ ചിന്ത ഒരൊറ്റ പോയിന്റ്, ഒറ്റ കാര്യം മാത്രം പറയാൻ ഞാൻ ഇതിനകത്ത് വന്നേ.
ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ഏത് മെസ്സേജ് അതിനകത്തേക്ക് എടുക്കുന്ന സമയത്ത് ചോദിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് തന്ന ഭാഗമാണ്. ഹല്ലേലൂയ. ആമേൻ. യേശുവിനെ സമീപിക്കുന്ന വ്യക്തികൾ കർത്താവ് ആരാന്ന് അറിഞ്ഞേച്ച് സമീപിച്ചാൽ അത് നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ ഭവനത്തിന് മാത്രമല്ല, അടുത്തുള്ളവർക്കും കൂടെ വിടുതല. ഹല്ലേലൂയ. നിങ്ങൾക്ക് അസൂയ ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾ റിസീവ് ചെയ്യത്തില്ല, എനിക്കറിയാം. നിങ്ങൾ പറയും ഞാനും, ചിലർ പറയത്തില്ല ഞാനും എൻ്റെ കുടുംബം. പണ്ട് ആൾക്കാർ പറയും, തബല അടിക്കുന്നവർ പറയും ഞാനും എൻ്റെ എന്താ പറയുക, ഞാനും എൻ്റെ ഭാര്യയും. ഹല്ലേലൂയ. അവർ പറയും ഇങ്ങനെ അടിക്കും, തബല അടിക്കും. നിങ്ങൾ കേട്ടിട്ടില്ലേ? അയ്യോ, നിങ്ങൾ ആരും കേട്ടിട്ടില്ല. എല്ലാവരും ഇങ്ങനെ ഇതാദ്യമായിട്ട് കേൾക്കുന്ന പോലെ ഇരിക്കുക. ഞാനും എൻ്റെ ഭാര്യയ്ക്കും, എനിക്കും എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും. ഹല്ലേലൂയ. ഇങ്ങനെ തവല തട്ടുന്നവർ ഇങ്ങനെ തട്ടും. എനിക്കറിയത്തില്ല അവരങ്ങനെ മനസ്സിൽ പറയാറുണ്ടോന്ന്, എന്നാൽ അവർക്ക് താളമുണ്ട്. ആമേ. ആ താളത്തെ നോക്കിയിട്ട് മറ്റുള്ളവർ പറയുന്നത് അങ്ങനെയാണ്, എനിക്കും എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും, എനിക്കും എൻ്റെ ഭാര്യയ്ക്കും. അങ്ങനെയല്ല. ഹല്ലേലൂയ. അങ്ങനെയുള്ളവർ പറയും വേണ്ട വേണ്ട വേണ്ട, ഞങ്ങൾ മാത്രം അനുഗ്രഹിക്കപ്പെട്ടാൽ മതി, വേറെ ആരും അനുഗ്രഹിക്കണം. അങ്ങനെയുള്ളവർക്ക് ഇത് പറ്റത്തില്ലെന്ന് എനിക്കറിയാം. നിങ്ങൾ എന്നോട് ക്ഷമിച്ചേക്ക്. ഓക്കെ. ഹല്ലേലൂയ. ആമേൻ. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? തമാശയ്ക്കും കൂടെ പറഞ്ഞതാ, എന്നോട് പിണങ്ങല്ലേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ കാര്യമാണ്, നമ്മൾ കർത്താവ് ആരാന്ന് അറിഞ്ഞേച്ച് കർത്താവിനെ സമീപിക്കാൻ തുടങ്ങിയാലുണ്ടല്ലോ, ഹല്ലേലൂയ, അവൻ നമ്മുടെ ഉള്ളിൽ ആ വെളിപ്പാട് കത്തിയാൽ അത് നമുക്ക് മാത്രമല്ല. ഹല്ലേലൂയ. പലപ്പോഴും നമുക്ക് പറ്റുന്ന അബദ്ധം എന്തെന്നറിയാമോ? നമുക്ക് പേര് ക്രിസ്ത്യാനി എന്ന. ഹല്ലേലൂയ. എത്ര വർഷമായി ചർച്ചയിൽ പോകുന്ന, അയ്യോ എന്നെ പ്രസവിച്ചിട്ടതേ ചർച്ചിനകത്താ. ഹല്ലേലൂയ. അയ്യോ, ഈ ചിലരൊക്കെ എന്നെ പേടിപ്പിച്ച് നോക്കുക, പക്ഷെ ഇപ്പൊ തന്നെ എന്നെ ഓടിക്കുമെന്ന് തോന്നുന്നു ഇവിടെ. ഹല്ലേലൂയ. ആമേൻ. എന്നെ പ്രസവിച്ചിട്ടതേ ചർച്ചിനകത്താ. ഞാൻ ജനിച്ചപ്പം മുതൽ എൻ്റെ അപ്പൂപ്പൻ ക്രിസ്ത്യാനി, അപ്പൂപ്പൻ്റെ അപ്പൂപ്പൻ ക്രിസ്ത്യാനി, എല്ലാവരും ക്രിസ്ത്യാനിയാ. പക്ഷെ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ക്രിസ്ത്യാനിയൊന്ന് ലേബലുണ്ടോ എന്നല്ല. ഹല്ലേലൂയ. നിങ്ങൾക്ക് യേശുവിനെ അറിയാമോ? എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. ഹല്ലേലൂയ. നിങ്ങൾക്ക് യേശുവിനെ അറിയാമോ? ഈ യേശുവിനെ നിങ്ങളൊന്ന് അറിയേണ്ടതുപോലെ അറിയാൻ തുടങ്ങിയാൽ, ആമേൻ, അത് നിങ്ങളുടെ ലൈഫിനെ മാത്രമല്ല, നിങ്ങളെ കാണുന്നവരുടെ ലൈഫുകളെ പോലും മാറ്റുവാൻ മതിയായ നാമമത്രേ ഓരോ ഭക്ഷേതരേബ. അത് നിങ്ങളുടെ ജീവിതത്തിന് മാത്രമല്ല, ദേശങ്ങളിലേക്ക് പോലും ആ വിടുതൽ നിങ്ങളിലൂടെ ചലിക്കുവാൻ അത് കാരണമായി തീരും. ഇന്ന് രാത്രികാലം ആരെങ്കിലും കർത്താവെ അങ്ങേ അറിയേണ്ടതുപോലെ അറിയുവാൻ എൻ്റെ ഹൃദയത്തെ ഞാൻ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു കാര്യം ഉറപ്പോടെ പറയാം, നിങ്ങളുടെ ജീവിതം മാത്രമല്ല, നിങ്ങളെ കാണുന്നവർക്ക് പോലും നിങ്ങളൊരു അത്ഭുതമായി മാറാൻ പോകുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. ശക്തിയോടെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ. ചിലർ പറയുക, സിസ്റ്റർ എത്ര പറഞ്ഞാൽ ഞാൻ കൈ ഉയർത്തത്തില്ല. ഹല്ലേലൂയ. ഞാൻ ഈ കൈ ഉയർത്താൻ പറഞ്ഞ വേറൊരു വിഷയം കൂടെ ഉണ്ട്. നിങ്ങൾ ഉറങ്ങിയില്ല എന്ന് എനിക്കൊന്ന് ഉറപ്പിക്കാനും കൂടെ. ഹല്ലേലൂയ. എൻ്റെ കൂടെ ഉണ്ടെന്ന് ആമേൻ. ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ പറഞ്ഞു, ഇടയ്ക്ക് ഇരിക്കുന്നവർക്കൊക്കെ, ഉപവാസമായിട്ടിരിക്കുന്നവർക്ക് അങ്ങനെ വരുമോയെന്ന് എനിക്ക് അറിയത്തില്ല. ആമേൻ. എന്നാലും ഇടയ്ക്കൊക്കെ വീട്ടിലൊക്കെ പോയിട്ട് വരും നമ്മുടെ ആൾക്കാർ. ഇരിക്കുന്നത് ഇവിടെയാ, പക്ഷേ ഇങ്ങനെ ഒരു കറക്കമൊക്കെ ഇറങ്ങിയിട്ടൊക്കെ വരും. അത് വരാതിരിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ തന്നെ നിങ്ങളുണ്ടോയെന്ന് ഉറപ്പിക്കുന്നത്. ഓക്കെ. ഹല്ലേലൂയ. യേശുവിനെ സമീപിക്കുന്നവർ യേശു ആരാന്നറിഞ്ഞ് എന്ത് ചെയ്യണം? യേശുവിനെ ഇവിടെ പറയുന്നു, യേശു ഗന്നസരത്ത് ദേശത്ത് കാലെടുത്തു വെക്കുമ്പോൾ അവിടെയുള്ള ജനങ്ങൾ യേശു ആരാന്ന് തിരിച്ചറിയുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഈ സഭ, അവൻ ഈ ആര്യനാട് ദേശത്തിനകത്ത്, അവൻ ഹല്ലേലൂയ, അവൻ ഇന്ന് പലരും അറിയുക ഇതിനകത്ത് ഇങ്ങനെ ഒരു മീറ്റിംഗ് നടക്കുക. ഞാൻ പറയാം, ഈ സഭയ്ക്കകത്തിരിക്കുന്ന ഓരോ വ്യക്തികളിലും യേശു ആരാന്ന് ഒരു ബോധ്യം ഉണ്ടെങ്കിൽ അടുത്ത ദിവസങ്ങൾ ദേശം അറിയും ഇങ്ങനൊരു സഭ, ഇതിനകത്തൊരു ദൈവപ്രവൃത്തി നടക്കുന്നുണ്ടെന്ന് ദേശം. ഞാൻ ഇത് വെറുതെ പറയുവല്ല. കാരണം അല്ലെങ്കിൽ ഇവിടെ യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നവർക്ക് പോലും വെളിപ്പാട് കിട്ടിയ എപ്പോഴെന്ന് അറിയാമോ? നിങ്ങൾ വായിച്ചിട്ടുണ്ടോ ആ ഭാഗം? വായിച്ചിട്ടുള്ള എത്ര പേരുണ്ട്? ഹല്ലേലൂയ. നിങ്ങൾ പറയും വായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ സിസ്റ്റർ ക്വസ്റ്റ്യൻ ചോദിക്കും, അതിന് മറുപടിയും പറയാൻ പറ്റിയില്ലേ ഞങ്ങൾ ചമ്മും. അതുകൊണ്ട് ഞങ്ങൾ സിസ്റ്ററിന് എത്ര തവണ ചോദിച്ചാലും ഞങ്ങൾ കൈ ഉയർത്തുകയില്ല എന്ന് ശപഥം ചെയ്തിരിക്കുന്നവരുണ്ട്. എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ നിങ്ങളെ നിർബന്ധിക്കുന്നില്ല. ഹല്ലേലൂയ. എനിക്കറിയാം നിങ്ങൾ പലതവണ വായിച്ചു, നിങ്ങൾ പലതവണ കേട്ടു, പല പ്രസംഗങ്ങളും കേട്ട് തഴമ്പിച്ചിരിക്കുന്ന ഒരു ഭാഗമാണ്. ഹല്ലേലൂയ. ഞാനൊന്ന് ചോദിച്ചോട്ടെ. ഹല്ലേലൂയ. ഞാനിന്ന് ഈ ഭാഗത്ത് നിന്ന് ചോദിക്കുകയാണ്. ഹല്ലേലൂയ. ഈ ഭാഗത്ത് യേശു കർത്താവ് 12 ശിഷ്യന്മാരോട് കൂടെ എവിടെ വരിക എന്നറിയാമോ? ഗന്നസരത്ത് ദേശത്തിലോട്ട് വരിക.
ഹല്ലേലൂയ. ഇതിൻ്റെ പശ്ചാത്തലം ചിന്തിച്ചാൽ നമുക്കറിയാം, അതേ അധ്യായത്തിൻ്റെ തൊട്ട് മുമ്പിൽ 22-ാമത്തെ വാക്യത്തിന് തൊട്ട് മുമ്പിലുള്ള വാക്യത്തിൽ അവൻ യേശു കർത്താവ് ഒരു 5 അപ്പം കൊണ്ട് 5000 പേര്. ആ കഥ അറിഞ്ഞൂടാത്ത ആരെങ്കിലും ഉണ്ടോ മക്കളെ? അറിയാമോ കഥ? യേശുപ്പ അയ്യോ കേട്ടിട്ടില്ല പാവം. ഹല്ലേലൂയ. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച്, കേട്ടോ. അങ്ങനെ കൊണ്ട് ബൈബിളിനകത്ത് അമ്മയോട് ചോദിക്കണം, പറഞ്ഞു തരും. ഓക്കെ. ഹല്ലേലൂയ. 5 അപ്പം കൊണ്ട് 5000 പേരെ, 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച കഥ നമുക്കറിയാം. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ച് നോക്ക്. അവൻ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുമ്പോൾ അവൻ യേശു കർത്താവിൻ്റെ കയ്യിലോട്ട് 5 അപ്പം കൊടുത്തു. കർത്താവ് എടുത്തു, വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാരുടെ കയ്യിലോട്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഇവരെ എല്ലാം പന്തിയായിട്ട് ഇരുത്ത്, എന്നിട്ട് ഇതിനെ ഇവർക്ക് വിളമ്പ്. ഹല്ലേലൂയ. അവൻ ഇവരെല്ലാവരും വിളമ്പി ക്ഷീണിച്ചു. ഹല്ലേലൂയ. എൻ്റെ ചിന്തയാണേ. ആമേൻ. നിങ്ങൾ അതിൻ്റെ തൊട്ടടുത്ത ഭാഗം പറയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഗൗരവം മനസ്സിലാകണം. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞു വരുന്നത്. ആമേൻ. 12 അത് കഴിഞ്ഞൊരു 12 കൊട്ടയം നിറച്ചെടുത്ത് നിൽക്കുക. ഇവരുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ സഹോദരന്മാരുടെ കല്യാണ സദ്യ കല്യാണത്തിന് വിളമ്പാൻ പോയ എത്ര സഹോദരന്മാരുണ്ട്? ഹല്ലേലൂയ. അല്ലെങ്കിൽ വിളമ്പിയിട്ട് വന്ന മക്കളുടെയും ഭർത്താവിൻ്റെയും കുടുംബത്തിലെ മറ്റു വ്യക്തിയുടെ ക്ഷീണം കണ്ട് എത്ര പേരുണ്ട് ഇതിനകത്ത്? അവരോട് ചോദിച്ചാൽ അവർ പറയും, ഒരു കല്യാണത്തിന് രാവിലെ ആണെങ്കിലും വൈകുന്നേരം ശരാശരി എത്ര പേര് വരും? 1000, 1200 അത്ര വരത്തുള്ളൂ. ഇത്രയും ഒരു 1000, 1500-നകത്താണ്. ഇവർക്ക് ഇത്രയും വിളമ്പി ഒരു 5 മണിക്ക് വിളമ്പാൻ തുടങ്ങുന്നത് ഒരു 8 മണിയാകുമ്പോൾ നിൽക്കുന്ന ഒരുവിധപ്പെട്ട എല്ലാവരും ചെറിയൊരുക്കുള്ള പയ്യന്മാരായിരിക്കും നിൽക്കുന്നത്. പക്ഷെ ലാസ്റ്റ് ആകുമ്പോൾ പറയും, നടുവിനൊരു പിടുത്തം, ഇനി ഒന്ന് കിടന്നാൽ കൊള്ളാമായിരുന്നു, എന്താ പറയുക, ഒന്ന് റെസ്റ്റ് എടുത്താൽ കൊള്ളാം. ഇതിപ്പോൾ യേശുവിൻ്റെ അടുക്കൽ എത്ര പുരുഷാരുണ്ട്? 5000 പുരുഷന്മാർ. പിന്നെ ബാക്കി സ്ത്രീകളുടെയും കുട്ടികളുടെയും കണക്കോ ഇതൊന്നും അവിടെ ഇല്ല. ഹല്ലേലൂയ. ഒരു വലിയ സമൂഹം. അപ്പം നിങ്ങൾ പറയും, അയ്യോ ഈ 5000 പേർക്കൊക്കെ ഈ 12 പേരെ കൊണ്ട് വിളമ്പിയാൽ ഒക്കുവോ? അവരൊക്കെ ചുമ്മാ ആയിരിക്കാം, ചുമ്മാ നിന്നിട്ടായാലും ഇവരിങ്ങനെ പാസ് ചെയ്ത് വിടുവല്ലേ. ഈ വിടുന്ന സമയത്ത് നോട്ടത്തിനും ഒരു ക്ഷീണം ഉണ്ടാവുമല്ലോ. നമ്മൾ പറയത്തില്ലേ, നിങ്ങൾ എന്നെ പഠിപ്പിക്കേണ്ട, എനിക്കറിയാം ആ വിഷയം. ആമേൻ. ഞാൻ ചിലപ്പോൾ പറയും, ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചർച്ചിലൊക്കെ വിഷയങ്ങളൊക്കെ വരുമ്പോൾ ഞാനിങ്ങനെ പറയും, എനിക്ക് റെസ്റ്റാണ്, എൻ്റെ സഹോദരിമാർ കൂടെ ഉള്ളവരെല്ലാം കൂടെ എല്ലാ കാര്യങ്ങളും തന്നെ എനിക്ക് റെസ്റ്റാണ്. പക്ഷേ എന്നാലും എനിക്ക് ക്ഷീണമാണ്. കാര്യം എന്തുവാ? എൻ്റെ നോട്ടം എത്തേണ്ട എല്ലായിടത്തും ഞാൻ തന്നെ എത്തണം. ഹല്ലേലൂയ. എൻ്റെ വീട്ടിനകത്ത് എനിക്ക് സഹായിക്കാൻ ആളുണ്ടെങ്കിലും ഞാൻ എത്തേണ്ടടുത്ത് ഞാൻ തന്നെ എത്തണമല്ലോ. അതുപോലെ ഈ 12 പേര് എത്തേണ്ടടുത്ത് ഇവർ തന്നെ എത്തിയല്ലേ മതിയാകത്തുള്ളൂ. ഉറങ്ങിയോ നിങ്ങൾ? അവരങ്ങനെ എത്തി വന്നപ്പോൾ ആൾക്കാർ ക്ഷീണിച്ചു. കർത്താവ് പറയുക, ഹല്ലേലൂയ, നമുക്ക് ആമേൻ പ്രാർത്ഥിക്കാൻ പോകാം. ഇവർ പറഞ്ഞു, കർത്താവേ നല്ല ക്ഷീണമായി, നമുക്കൊന്ന് റെസ്റ്റ് എടുക്കാൻ പോകാം. ഹല്ലേലൂയ. 22-ാമത്തെ വാക്യം മുതൽ നിങ്ങളൊന്ന് പഠിച്ചു നോക്കണം. ഇവിടെ കർത്താവിനോട് കൂടെ ഒരു 12 ശിഷ്യന്മാരുണ്ട്. ഇവരൊക്കെ യേശുവിനെ കുറിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് എന്തുവാന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവുക. ഹല്ലേലൂയ. ഇവർ 12 വിളിച്ചിട്ട് എത്ര നാളായെന്ന് അറിയാമോ? ആമേൻ. ഏകദേശം 3 വർഷം ആയിട്ടുണ്ടാകുമായിരിക്കാം. ഹല്ലേലൂയ. ആമേൻ. ഒരു കർത്താവിനോട് കൂടെ അവൻ ശുശ്രൂഷയ്ക്കാണ്. എന്തിനാ വിളിച്ചേ? യേശുവിനോട് കൂടെ നടക്കാൻ, ആമേൻ, യേശുവിനോട് കൂടെ ശുശ്രൂഷ ചെയ്യാൻ, കൂടെ എല്ലാ കാര്യത്തിനും അസിസ്റ്റ് ചെയ്യാനായിട്ട് ഇവരെ കൊണ്ട് നടക്കുക കർത്താവ്. ഇവരെല്ലാം കാണുന്നുണ്ട്. ഇവർ കണ്ടു, ആമേൻ, യേശു ആമേൻ അപ്പം വർദ്ധിപ്പിക്കുന്നു, മുടന്തന് സൗഖ്യം കൊടുക്കുന്നു, കുരുടന് കാഴ്ച കൊടുക്കുന്നു, ചെകിടന് കേൾവി കൊടുക്കുന്നു, ഒത്തിരിയേറെ അത്ഭുതങ്ങൾ യേശു ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. ഇതെല്ലാം ഇവർ കണ്ടേച്ച് നിൽക്കുക. ആമേൻ. ഈ വിഷയം ആമേൻ എല്ലാം നടയി. അപ്പം വർദ്ധിപ്പിച്ചവരെ തലമേൽ കുട്ടയിൽ അപ്പവും ഉണ്ട്, എല്ലാം വെച്ചോണ്ടിരിക്കുക. അവർ പറയുക, കർത്താവേ ഒന്ന് റെസ്റ്റ് എടുത്താൽ കൊള്ളാമെന്നുണ്ട്. ഇത്രയും നേരത്തെ 3 ദിവസത്തെ ശുശ്രൂഷ, അത് കഴിഞ്ഞൊരു വല്ലാത്ത ആമേൻ ഭക്ഷണം വിളമ്പല്, ഇതൊക്കെ കഴിഞ്ഞ് നന്നായിട്ടൊന്ന് ക്ഷീണത്തിൽ നിൽക്കുക. അതുകൊണ്ട് ഞങ്ങൾക്കൊന്ന് റെസ്റ്റ് എടുത്താൽ കൊള്ളാം. കർത്താവ് പറഞ്ഞു, ഇല്ല കുഞ്ഞെ, നമുക്ക് പ്രാർത്ഥിക്കാൻ പോകണം, നാളെ വലിയൊരു ശുശ്രൂഷയുണ്ട്, പ്രാർത്ഥിക്കാൻ പോകണം. അവർ പറഞ്ഞു, ഇല്ല കർത്താവേ. ആമേൻ. അങ്ങനെ കർത്താവ് എന്ത് ചെയ്യുന്ന അറിയാമോ? ഇവരെ നിർബന്ധിച്ച് പടകിൽ കയറ്റി അയച്ചു. ഹല്ലേലൂയ. ഞാൻ ഈ നിർബന്ധിച്ച് പടകിൽ കയറ്റി അയച്ചു എന്നുള്ള ഞാൻ കാണുന്നത് അവൻ പിന്നത്തേതില്ല. എപ്പോഴെന്നറിയാമോ? ഞാൻ ഒത്തിരി പ്രസംഗം കേട്ടിട്ടുണ്ട്, ഒത്തിരി പ്രസംഗം. എനിക്ക് ഈ കഥയൊക്കെ കാണാണ്ടറിയാം. നേരത്തെ എൻ്റെ നിങ്ങൾ പറയത്തില്ല, ഈ പ്രസവിച്ചിട്ടതേ ചർച്ചിനകത്തെന്ന് പറയും പോലെ എൻ്റെ അവസ്ഥ. അവൻ കുഞ്ഞു പ്രായം മുതൽ ഇതെല്ലാം ഞങ്ങളെ അമ്മ കുട്ടി ഇരുത്തി പഠിപ്പിച്ചതാണ്. അവൻ ബൈബിൾ ക്ലാസ്സിന് ഞങ്ങളെയും അനുജം. അതുകൊണ്ടൊന്നും തെറ്റിപ്പോകാതെ കർത്താവിൻ്റെ കൃപയിൽ നിൽക്കതയോ ഞങ്ങളെ സഹായിച്ചു. ഹല്ലേലൂയ. അതിനൊക്കെ കർത്താവ് നല്ലൊരു അമ്മയും അപ്പനെയൊക്കെ തന്നതിന്. അപ്പം ചർച്ചയിൽ വരത്തില്ലായിരുന്നു ആദ്യം. ഹല്ലേലൂയ. ഞങ്ങളെ ഓടിക്കും. ഒറ്റ ഞായറാഴ്ച മുടങ്ങാൻ ഞങ്ങൾ അനുവദിക്കത്തില്ല. ഞങ്ങൾക്കാണെങ്കിൽ രാവിലെ എഴുന്നേൽക്കുന്നവർ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അന്ന് ഞങ്ങളൊരു പാരമ്പര്യ ചർച്ചിനകത്താ. എന്നാലും രാവിലെ അച്ഛൻ എഴുന്നേൽക്കത്തില്ല. അവൻ പുതപ്പ് വലിച്ച് തലയിൽ കൂടെ മൂടിയിട്ട് പറയും, ആരാ അവിടെ എഴുന്നേൽക്കാതെ കിടക്കുന്നതെന്ന് ചോദിക്കും. അച്ഛൻ്റെ ഒറ്റ ശബ്ദം കേട്ടാൽ ഞങ്ങൾ അപ്പം ചർച്ചിലെത്തും. ഹല്ലേലൂയ. അത്രയ്ക്ക് പേടിയാണ് ഞങ്ങൾക്ക് അച്ഛനെ. ഓക്കെ, നിങ്ങൾ വന്ന് വേണേ ചോദിച്ചു നോക്ക്. ഹല്ലേലൂയ. ഒറ്റ അച്ഛൻ അവിടെ നിന്ന് ആരവിടെ പോകാതെ ഇരിക്കുന്നേ ഒന്നും പറയണ്ട, ഒരു വിളിക്കുമ്പോൾ നമ്മൾ ചർച്ചിനകത്ത് എത്തും. അത്രയ്ക്കും അവൻ സ്ട്രിക്റ്റ് ആയിട്ടാണ് ഞങ്ങളെ വളർത്തിയത്. ഓക്കെ,
കുഞ്ഞു മുതലേ അറിയാവുന്ന കാര്യങ്ങളാണ്. ഒത്തിരി പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അവിടെ അങ്ങ് ഞാൻ കാണാത്തൊരു കാര്യം എന്നറിയാം. അന്ന് വരെ ഞാൻ കേട്ടിട്ടുള്ളത് ഇവർ യേശുവിനെ വിട്ട് പോയത് കൊണ്ട് ഇവർക്ക് പ്രതികൂലം ഒന്നാ. നിങ്ങളെങ്ങനെ മനസ്സിലാക്കിയേ? അല്ലേ? അങ്ങനല്ലേ? നിങ്ങൾ എത്ര പേര് അങ്ങനെ കേട്ടിട്ടുണ്ട്? അയ്യോ, ഒന്നിന് റിപ്ലൈ ഇല്ല. അയ്യോ, നിങ്ങൾ ഉറങ്ങിയോ? ജീവനോടുണ്ടോ? ജീവനോടുള്ളവരൊന്ന് കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ അങ്ങനെ കേട്ടിരുന്നത്. നിങ്ങൾ എങ്ങനെ കേട്ടിരുന്നത് എനിക്കറിയത്തില്ല. എന്തായാലും അന്ന് വരെ ഞാൻ കേട്ടിരുന്നത് യേശുവിനെ വിട്ടവർ പോയത് കൊണ്ട് ഉള്ള പ്രതികൂലം മുഴുവൻ ഇവർക്ക് വന്നതെന്നാ. പക്ഷെ ഇവർ യേശുവിനെ വിട്ട് പോയതാണോ? അല്ല. ഹല്ലേലൂയ. യേശു കർത്താവരോട് പറയാം, നിങ്ങൾ പൊക്കോ. വചനം പറയുന്നത് ഇങ്ങനെയാണ്. അതിൻ്റെ 22-ാമത്തെ വാക്യം നിങ്ങൾ പഠിച്ചു നോക്കിയിട്ട് ഇങ്ങനെ പറയുന്നു, അവൻ യേശു അവരെ നിർബന്ധിച്ച് പടകിൽ കയറ്റി അക്കരയ്ക്ക് പറഞ്ഞു വിടുകയാണ്. ഹല്ലേലൂയ. അവൻ നിർബന്ധിച്ച് പറഞ്ഞു വിടുക. ഞാനിങ്ങനെ ചോദിച്ചു, എൻ്റെ പൊന്നു കർത്താവ്, ഞാൻ ഈ പ്രസംഗിക്കാൻ വേണ്ടി വചനം വായിക്കുമ്പോൾ എനിക്കിത് കത്തിയത്. ആമേൻ. അന്ന് വരെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് ആമേൻ ഈ 12 ശിഷ്യന്മാർക്കും വല്ല കുഴപ്പമുണ്ടായിരുന്നോ? മര്യാദയ്ക്ക് കർത്താവിൻ്റെ കൂടെ വന്നേ ഇവർ ഈ നടുക്കടലിൽ കിടക്കേണ്ടി വരത്തില്ലായിരുന്നല്ലോ എന്നാ ഞാൻ ചിന്തിച്ചിരുന്നത്. പക്ഷെ അന്ന് മനസ്സിലായി, ആമേൻ, ഇവർ പോയതല്ല, കർത്താവ് ഇവരെ പറഞ്ഞു വിട്ടതാ. ഹല്ലേലൂയ. കർത്താവ് പറയുക, നിങ്ങൾ പോയി. അപ്പം ഞാൻ ചോദിച്ചു, കർത്താവേ, എന്തിനാ കർത്താവിനോട് കൂടെ ഇരിക്കേണ്ട ഇവരെ ഈ നടുക്കടലിൽ വലയാൻ പറഞ്ഞു വിട്ടേ? കർത്താവ് പറയാം, അവർക്ക് ക്ഷീണമാണ്, അവരൊന്ന് റെസ്റ്റ് എടുത്തോട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവിനെ വിളിക്കുമ്പോൾ കർത്താവ് പറയും, എടാ, എനിക്ക് എന്തായാലും പ്രാർത്ഥിക്കാതെ വരാനൊക്കത്തില്ല, നാളെ എനിക്ക് ശുശ്രൂഷ ഉള്ളത്. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം, നിങ്ങൾ ചെന്ന് റെസ്റ്റ് എടുത്തോ, ഞാൻ പിന്നാലെ വന്നേക്കാം. ഹല്ലേലൂയ. പക്ഷേ ഇവർ 12 പേരും ആമേൻ വചനം പറയുന്നു, സന്ധ്യയ്ക്ക് ആമേൻ ഇവർ പടകിൽ കയറിയതാ. എവിടാ പോകുന്നേ? റെസ്റ്റ് എടുക്കാൻ അക്കരയ്ക്ക് പോവുക. ചെന്നെത്തിയത് എവിടാന്നറിയാമോ? നടുക്കടലിൽ ചെന്ന് കിടക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, ആമേൻ, പറഞ്ഞു വിട്ടതാരാ? എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? ഒന്ന് വായി തുറന്ന് പറയും. പറഞ്ഞു വിട്ടതാരാ? യേശു കർത്താവാ. അപ്പൊ പറഞ്ഞു വിട്ടയാളിന് ആമേൻ ഈ മക്കളെ ഇവരെ കുറിച്ച് ഉത്തരവാദിത്തം വേണോ വേണ്ടേ? വേണം. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഞാനൊരു കാര്യം പറയാം. നമ്മളെ അവൻ വിളിച്ച ഏതോ വിളി കേട്ടിട്ട കർത്താവിൻ്റെ അടുക്കലേക്ക് വന്നത്. ദൈവസന്നിധിയിൽ ഇറങ്ങി തിരിച്ചിട്ട്, കർത്താവിൻ്റെ വിളി കേട്ട് ഇറങ്ങി തിരിച്ചിട്ട്, ഏതെങ്കിലും പ്രതികൂലത്തിൻ്റെ നടുവിൽ, ഏതെങ്കിലും പ്രതിസന്ധിയുടെ നടുവിൽ, ഏതെങ്കിലും കഷ്ടതയുടെ നടുവിൽ, ഏതെങ്കിലും നിന്ദയുടെ നടുവിൽ അവൻ കണ്ണുനീര് അനുഭവിക്കുന്ന, ഭാരം അനുഭവിക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് തിരിച്ചറിയണമേ, നിന്നെ വിളിച്ചിറക്കിയ ദൈവത്തിന് നിങ്ങളെ കുറിച്ച് ബോധ്യമുണ്ട്. ഹല്ലേലൂയ. നിങ്ങളെ കുറിച്ച് ചിന്തയുണ്ട്. അവൻ നിങ്ങളെ വിട്ട് അകന്നിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയാലും വിളിച്ച ദൈവം വിശ്വസ്തനത്രേ. ഇന്ന് രാത്രികാലം ചിലർ പറയാ, കർത്താവേ, ഞാൻ പ്രാർത്ഥനയ്ക്ക് ഇറങ്ങി, ആരാധനയ്ക്ക് ഇറങ്ങി, ദൈവ ശബ്ദത്തിന് പിന്നാലെ ഇറങ്ങി, എന്നിട്ടും എന്താ എനിക്ക് പ്രതികൂലം? എന്തുകൊണ്ട് ഈ നിന്നോ എന്ന് ചോദിക്കുന്ന ആരോട് പരിശുദ്ധമ പറയുക? നിങ്ങളെ വിളിച്ചിറക്കിയെങ്കിൽ കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിപ്പാൻ ശക്തനായവൻ നിന്നോട് കൂടെയുണ്ട്. ഒരു പെരുവെള്ളത്തിലും നിന്നെ മുക്കിക്കളയുമ്പോൾ സ്വർഗം അനുവാദം കൊടുക്കത്തില്ല. ജീവിതത്തിന്റെ പ്രതിസന്ധിയുടെ നടുവിൽ, ജീവിതത്തിന്റെ പ്രതികൂലത്തിന്റെ നടുവിൽ വലയുന്നവരുണ്ട്, കരയുന്നവരുണ്ടെങ്കിൽ എന്നെ ഒന്ന് കേൾക്കണമേ. ചില പ്രതിസന്ധികൾ നിന്നെ മുക്കാനല്ല, നിനക്ക് ചിലത് വെളിപ്പെടുത്തി തരാനാ. എനിക്കറിയത്തില്ല, അസാധാരണമായ ദൈവ സാന്നിധ്യം ഇതിനകത്തുണ്ട്. നിനക്ക് ചിലത് വെളിപ്പെടുത്തി തരാനാ. ഒരു പ്രതിസന്ധിയുടെ നടുവിൽ വിട്ടുകൊടുക്കാത്ത ഒരുവൻ നിന്റെ കൂടെയുണ്ടെന്ന് നിനക്ക് വെളിപ്പെടുത്തി തരാനാ. ഇന്ന് നീ കടന്നു പോകുന്ന ചില കണ്ണുനീരുകൾ, ചില പ്രശ്നങ്ങൾ വിളിച്ചിറക്കിയ ദൈവം വിശ്വസ്തനത്രേ. ആ കർത്താവ് വിശ്വസ്തന. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഭാഗമുണ്ട് തിമോഥെയോസിന്റെ ലേഖനത്തിനകത്ത്. ഹല്ലേലൂയ. ആമേൻ. നിങ്ങളെ വിളിച്ചവൻ വിശ്വസ്തന. നിങ്ങൾ അവിശ്വസ്തരായാലും അവൻ വിശ്വസ്തനായി പാർക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വചനം. ഹല്ലേലൂയ. ആമേൻ. വിളിച്ചിറക്കിയ ഒരുവനില്ലേ നിങ്ങൾക്ക്? നിങ്ങൾ പറയും, എന്നെ അടുത്തുള്ള സഹോദരി വിളിച്ചതാ, പാസ്റ്റർ വന്ന് ചർച്ചിലോട്ട് വിളിച്ചതാ. ഓക്കെ, ഇറ്റ്സ് ഓക്കെ, അത് ശരിയായിരിക്കാം. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, അവരെ പറഞ്ഞു വിട്ട ഒരുവനുണ്ട്. അതാ നിങ്ങളുടെ ഓണർ. ഹല്ലേലൂയ. ആ കർത്താവിൻ്റെതാ വിളി, അല്ലാതെ പാസ്റ്ററുടേതല്ല, അടുത്തിരിക്കുന്ന വ്യക്തിയുടേതല്ല. നിങ്ങളുടെ ചെവിയിൽ കേട്ട് നിങ്ങളെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ആമേൻ നിങ്ങളെ ഒരുക്കിയത് ഒരു മനുഷ്യന്റെ വിളിയല്ല. അങ്ങനാണെങ്കിൽ ഇവരൊക്കെ വിളിച്ച് എത്രയോ പേര് വരാണ്ട് വീട്ടിൽ കിടക്കുന്നു.
ഹല്ലേലൂയ. പക്ഷെ നിങ്ങൾ ആ വിളിക്ക് പ്രതികരിച്ച് ഈ ഹാളിനകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം തിരിച്ചറിയണമേ, ഈ ശബ്ദത്തിന്റെ മുൻപിൽ എന്നെ കേൾക്കുന്ന പ്രിയ വ്യക്തി ജീവിതമേ, നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനത്രേ. ആ കർത്താവിന്റെ സ്വഭാവം വിശ്വസ്തതയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭാഗം. എന്താണെന്നറിയാമോ? കർത്താവിന് തൻ്റെ സ്വഭാവം ത്യജിപ്പാൻ കഴിയുകയില്ലല്ലോ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2 തിമോത്തിയോസാണെന്നോ 2-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു. ആമേൻ. കർത്താവിന് തൻ്റെ സ്വഭാവത്തെ ത്യജിപ്പാൻ കഴിയില്ലല്ലോ. ഇന്ന് രാത്രികാലം നിങ്ങൾ പറ, കർത്താവേ ഞാൻ ഇറങ്ങി തിരിച്ചിട്ട് എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിനകത്ത് ഈ പ്രശ്നം? ആമേൻ. ഞാൻ ഇറങ്ങണ്ടായിരുന്നു, ഞാൻ ആയിരുന്ന മണ്ഡലത്തിൽ ഇരുന്നാൽ മതിയായിരുന്നു. എൻ്റെ ജീവിതത്തിന് എന്തുകൊണ്ട് ഈ പ്രതികൂല, എന്തുകൊണ്ട് ഈ കഷ്ടത, എന്തുകൊണ്ട് ഈ പ്രതിസന്ധി? ഇന്ന് രാത്രികാലം സ്വർഗം പറയുക, ഒരു പ്രയാസം വന്നെന്ന് പറഞ്ഞ്, ഒരു പ്രശ്നം വന്നെന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് മാറ്റം വരത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷെ ചില പ്രതിസന്ധികൾ വരുന്നതെന്തിനാണെന്നറിയാമോ? ആ കർത്താവിനെ ഒന്ന് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരാനാ. ഹല്ലേലൂയ. കർത്താവ് ആരാന്ന് അറിഞ്ഞിട്ട് വേണം കർത്താവിനെ സമീപിക്കാനെന്ന ചിന്തയാണ് ഞാൻ നിങ്ങളോട് പറയുന്നേ. പലപ്പോഴും നമുക്കത് അറിയത്തില്ല. ഹല്ലേലൂയ. ഇവരിറങ്ങി തിരിച്ചു, ഇവര് ഹല്ലേലൂയ ആമേൻ ഇറങ്ങി കടലിൻ്റെ നടുക്കടലിൽ കിടക്ക്. വചനം പറയുന്നത് ഇങ്ങനെയാ, സന്ധ്യയ്ക്ക് ഇറങ്ങിയവർ രാത്രിയിലെ നാലാമത്തെ ദിവസമാണ്. ഇന്ന് ചിലതിനെ സ്വർഗം പൊക്കിയെടുക്കാൻ പോവുക. ഹല്ലേലൂയ. ചിലതിൻ്റെ അലച്ചിലാണ് സ്വർഗം നിർത്താൻ പോവുക. ഞാൻ ഈ വിഷയം ഇന്ന് അവൻ ഇവിടത്തേക്ക് വേണ്ടി 4 എന്ന് പറഞ്ഞ് തിരഞ്ഞെടുത്തല്ല. പക്ഷെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് പെട്ടെന്ന് പരിശുദ്ധ തന്നത് 2 കൂടെ. ഇത് 4-ാം ദിവസമാണല്ലോ ഓർമ്മ എൻ്റെ കയ്യിൽ തന്നെ. ഹല്ലേലൂയ. ഞാൻ പറയാം, അവൻ വചനം പറയുന്നു, അവൻ സന്ധ്യയ്ക്ക് ഇറങ്ങിയതാ ഇവർ. പക്ഷെ രാത്രിയിലെ 4-ാം യാമമായപ്പോഴും ഇവർ 12 പേരടങ്ങുന്ന പടക് നടുക്കടലിൽ കിടന്ന് വട്ടം ചുറ്റുകയാണ്. ഹല്ലേലൂയ. ഇവരോട് ചോദിക്കുക, എന്താ പത്രോസേ, എന്തിനാ നിങ്ങൾ ഈ നടുക്കടലിൽ കിടക്കുന്നേ? എന്താ അപ്പുറം പോവാത്തേ? അവര് പറയാ, പോകാൻ പറ്റുന്നില്ല. എന്നാ പിന്നെ തിരിച്ചു തുഴയാത്തത് എന്തേ? അതിനും ഞങ്ങൾക്ക് കഴിയുന്നില്ല. ഞങ്ങൾ വല്ലാതെ പെട്ടിരിക്കുക. ഹല്ലേലൂയ. ഞങ്ങൾ വല്ലാതെ പെട്ടിരിക്കുക. അങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല. നമുക്കറിയാലോ, ഒരു യാത്രയ്ക്ക് പോകുക, ബൈക്ക് 2 വീലറാണെന്ന് ചിന്തിച്ചു. അവൻ പുറത്തോട്ട് പോയി, കുറച്ചു ദൂരം പോയപ്പോൾ ശക്തമായ മഴയും കാറ്റും. നിങ്ങൾ എന്ത് ചെയ്യും? യാത്ര ക്യാൻസലാക്കി തിരിച്ചു പോരും. ഇവർ തിരിച്ചു പോരാന്ന് വിചാരിച്ചാ, നടന്നില്ല. ഹല്ലേലൂയ. പത്രോസിനോട് ചോദിച്ചു നോക്ക്, എന്താ പറ്റിയേ? അങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല, ഇങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യുക? നടുക്കടലിൽ കിടന്ന് നിലവിളിക്കുക. എന്തിനാ പത്രോസ് നമ്മെ നിലവിളിക്കുന്നേ? നിനക്ക് നീന്തൽ അറിയത്തില്ലേ? പ്രസവിച്ചിട്ടതേ കടലിനകത്തല്ലേ? പത്രോസ് പറയുക, ഞാൻ കടൽ കണ്ടിട്ടുണ്ട്, കടലിൻ്റെ ആഴങ്ങളെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ പ്രതിസന്ധി എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തതാ. ഈ പ്രതികൂല എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തതാ. നിന്റെ ജീവിതത്തിനകത്ത് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ചില പ്രതിസന്ധികൾ നിങ്ങളെ വല്ലാതെ വലയ്ക്കുമ്പോ അതിന്റെ നടുവിലും ഈ ചിന്ത നിങ്ങളുടെ ഹൃദയത്തിനകത്ത് മറന്നു പോകരുത്. വിളിച്ച വിളി സ്വർഗത്തിൻ്റെതാണെങ്കിൽ കർത്താവിന്റെ പിന്നാലെയാണ്. കർത്താവിനെ സ്നേഹിച്ച് നീ ഇറങ്ങി പുറപ്പെട്ടതെങ്കിൽ പുറകിലേക്ക് നോക്കണ്ട കേട്ടോ. വിളിച്ചിറക്കിയ ദൈവം വിശ്വസ്തനായി നിന്റെ കൂടെയുണ്ട്. വഴിയിൽ വിട്ടേച്ച് സ്വർഗം നിന്നെ വിട്ട് മാറിപ്പോകത്തില്ല. മനുഷ്യർ വാക്കുമാറോ, ലോകം വാക്കുമാറോ, പക്ഷെ സ്വർഗം വാക്ക് മാറത്തില്ല. അവൻ സ്നേഹമുള്ള ദൈവം, അവന്റെ സ്വഭാവം വിശ്വസ്തതയത്രേ. അതുകൊണ്ട് സ്വർഗം നിങ്ങളോട് കൂടെയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചേ. ഞാൻ ഇങ്ങനെ നിന്ന എൻ്റെ പ്രസംഗം തീരത്തിൽ, എൻ്റെ വിഷയം പൂർണ്ണമായിട്ടത്തില്ല. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചേ. ഹല്ലേലൂയ. യേശു കർത്താവ് ആമേൻ എവിടാ പോയേ? ഇവരെ പടകിൽ വിട്ടേച്ച് യേശു കർത്താവ് മലമുകളിൽ പ്രാർത്ഥിക്കാൻ പോയിരിക്കുക. വചനം പറയുന്നു, യേശു കർത്താവ് അറിഞ്ഞു തൻ്റെ ശിഷ്യന്മാർ നടുക്കടലിൽ കിടക്കുക. സമയത്തിനായി 4-ാം യാമം. 4-ാം യാമം എന്ന് പറഞ്ഞാൽ 9 മണിക്കൂറായി. യഹൂദന്മാരുടെ സമയക്രമത്തിൽ പകൽ 4 യാമം, രാത്രി 4 യാമം. ഹല്ലേലൂയ. എത്ര പേർ ഇത് കേട്ടിട്ടുണ്ട്? ഹല്ലേലൂയ. പകൽ 4 യാമമുണ്ട്, രാത്രിയിൽ 4 യാമമുണ്ട്. രാത്രി തുടങ്ങുന്നത് നമ്മുടെ വൈകുന്നേരം 6 മണിക്കാണ്. 6 തൊട്ട് 9 മണി വരെ 1-ാം യാമം, 9 തൊട്ട് 12 മണി വരെ 2-ാം യാമം. 12 മണി തൊട്ട് 3 മണി വരെ 3-ാം യാമം, 3 മണി തൊട്ട് അടുത്ത 6 മണി വരെ 4-ാം യാമം. ഹല്ലേലൂയ. ഇങ്ങനെ 4 യാമങ്ങൾ. അതുപോലെ തന്നെ പകൽ രാവിലെ 6 മണിക്ക് തുടങ്ങും, വൈകുന്നേരം ഹല്ലേലൂയ 6 മണിയോടെ കഴിയും. ഇങ്ങനെ സമയക്രമം. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇവർ 4-ാം യാമത്തിൽ എന്ന് പറഞ്ഞാൽ ഏകദേശം 9 മണിക്കൂർ. ഇവരെപ്പോഴാണ് യാത്ര പുറപ്പെട്ടെ? വൈകുന്നേരം
9 മണിക്കൂർ ഈ നടുക്കടലിനകത്ത് ഇവർ വല്ലാതെ ആമേൻ ഈ പ്രതിസന്ധിയെ തരണം ചെയ്യും. എന്താ പത്രോസേ കാര്യം? കാറ്റ് പ്രതികൂലമാ, തിരമാല പ്രതികൂലമാ, പടകൊരടി പോലും മുൻപോട്ട് നീങ്ങുന്നില്ല. വല്ലാത്ത പ്രതിസന്ധിക്കകത്ത് ജീവിതം കുഴഞ്ഞു നിൽക്കുക. ഹല്ലേലൂയ, ആമേൻ. കർത്താവിന് മനസ്സിലായി, ഞാൻ പറഞ്ഞു വിട്ട എൻ്റെ കുഞ്ഞുങ്ങൾ നടുക്കടലിൽ കിടക്കുക. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നിങ്ങൾ പറയുന്നുണ്ടാകും, കർത്താവേ ഞാൻ വിളി കേട്ടിറങ്ങിയവളാ. ഒത്തിരി പ്രതീക്ഷയായിരുന്നു കർത്താവിൻ്റെ പിന്നാലെ ഇറങ്ങിയപ്പോൾ. ഇപ്പോൾ ജീവിക്കണോ മരിക്കണോ എന്നുള്ള അവസ്ഥയ്ക്കകത്ത് നിൽക്കുന്നത് പോലെ ചില പ്രതിസന്ധിക്കകത്ത് എൻ്റെ പടക് തട്ടി നിൽക്കുക. ഇന്ന് രാത്രികാലം സ്വർഗം പറയുക, നിന്നെ ശാന്തമാക്കുവാൻ ഒരുവൻ ഇതിനകത്ത് വന്നിട്ടുണ്ട്. നിങ്ങൾ പറയുമായിരിക്കും, അയ്യോ കാറ്റ് പ്രതികൂല, ആമേൻ, ഹല്ലേലൂയ, വല്ലാത്ത പ്രതികൂല, വല്ലാത്ത പ്രതിസന്ധി, ആമേൻ, ഇന്നയാൾ ആഭിചാരം ചെയ്യുന്നു, ഇന്നയാൾ ഹല്ലേലൂയ വല്ലാത്ത പ്രതികൂലം ഉയർത്തുക, നേർച്ചയിടുന്നു, കാഴ്ചയിടുന്നു, ഹല്ലേലൂയ, വല്ലാത്ത കഷ്ടം, വല്ലാത്ത പ്രതിസന്ധി, ഇന്നയാൾ മന്ത്രവാദം ചെയ്തു, ഇന്നയാൾ മുഖത്ത് നോക്കി ശപിക്കുന്നു. നോ പ്രോബ്ലം. വിളിച്ചിറക്കിയ ദൈവം വിശ്വസ്തനാ. ഞങ്ങളുടെ കൂടെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അവൻ മണ്ണ് വാരിയിട്ട് അവൻ ശപിച്ചു എന്ന്. ഹല്ലേലൂയ. ഞങ്ങളിങ്ങനെ പറയും, കർത്താവ് വിളിച്ചിറക്കിയ ഒരു വ്യക്തിയാണ്, ടിപ്പർ ലോറി കൊണ്ട് കയറ്റിയാലും അതിനകത്ത് നമ്മൾ എഴുന്നേറ്റ് വരും. ഹല്ലേലൂയ. കാരണം നമ്മുടെ മേൽ വാഗ്ദത്തം കിടക്കുന്നുണ്ട്. ഹല്ലേലൂയ. അവർ ചിലപ്പോൾ ടിപ്പറിൽ കൊണ്ട് അവൻ മണ്ണ് നിങ്ങളുടെ തലയ്ക്ക് മേളിൽ കേട്ട് നീ നന്നാവത്തില്ലെന്ന് പറയുമായിരിക്കും. നമ്മൾ പറയും, കുടഞ്ഞെഴുന്നേറ്റ് നമ്മൾ എഴുന്നേറ്റ് എന്ന് പറയും. നമ്മൾ ജീവിക്കും. കാരണം നമ്മളെ ജീവിപ്പിക്കുന്ന മനുഷ്യൻ്റെ ശക്തിയല്ലെന്നേ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ജീവിപ്പിക്കുന്ന മനുഷ്യൻ്റെ ശക്തിയല്ല, നിർത്തുന്നത് മനുഷ്യൻ്റെ ശക്തിയല്ല. നിന്നതല്ല ഇതുവരെ, സ്വർഗം നിർത്തിയതാണെങ്കിൽ അന്ത്യത്തോളം കാക്കുവാൻ എന്നെ വിളിച്ചിറക്കിയ ദൈവം വിശ്വാസനത്രേ. പറയാൻ ഒരുക്കമുള്ളവരുണ്ടോ ഇതിനകത്ത്? ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി ഒന്ന് കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ, ആമേൻ. ഇവരുടെ അവസ്ഥ കണ്ടിട്ട് കർത്താവ് എന്തെന്നറിയാമോ? പ്രാർത്ഥിക്കുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് ഇവരുടെ അടുക്കലേക്ക് വരിക. കരയിൽ വന്നപ്പോൾ ആമേൻ കർത്താവിന് മനസ്സിലായി, ഇവർ നടുക്കടലിൽ കിടക്കുക, അങ്ങോട്ട് പോകാൻ എന്തില്ല, പടകില്ല. കർത്താവ് തീരുമാനിച്ചു, എന്നാൽ പിന്നെ ഇതുവരെ ഇവരെ വലച്ചതിൻ്റെ പുറത്തൂടെ മേളിലൂടെ പൊക്കളയാം. യേശു ഇവരുടെ അടുക്കലേക്ക് നടന്നു വരിക. ഈ വരുന്ന സമയത്തുള്ള സംഭവമാണ് ഭയങ്കര രസം. ഹല്ലേലൂയ. എന്താണെന്നറിയാമോ? ഇവർ നോക്കിയിട്ട് യേശുവിനെ കാണുക. യേശു വരുന്ന രൂപം നിങ്ങൾ ഗസ് ചെയ്ത് നോക്കിയേ. യേശു കർത്താവ് പ്രാർത്ഥിക്കാൻ പോയാൽ എങ്ങനെ എഴുന്നേറ്റ് വരുന്നേ? കർത്താവിൻ്റെ മുഖം പ്രകാശിക്കും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ അത്? മറുരൂപ മലയിൽ യേശു പ്രാർത്ഥിക്കാൻ പോയപ്പോൾ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് വന്ന പ്രാർത്ഥനയിലിരിക്കുന്ന കർത്താവിൻ്റെ മുഖം എങ്ങനെയായിരുന്നു? മിന്നുന്ന വെള്ളയായിരുന്നു. വസ്ത്രം തൂവെള്ള പോലെ ആമേൻ വെളുത്തു. ആമേൻ തേജസ്സുള്ളതായി തീർന്നു. എങ്ങനെ പോയാലും അതിൻ്റെ പകുതി ശോഭ കർത്താവിൻ്റെ മുഖത്തുണ്ട്. കർത്താവിൻ്റെ ദൈവത്തിൻ്റെ സന്നിധി ഇരിക്കുമ്പോൾ അങ്ങനെ. ഹല്ലേലൂയ. ഉപവാസം ഇരുന്ന് എഴുന്നേൽക്കുമ്പോൾ ചിലർ പറയുമായിരിക്കും, ഹല്ലേലൂയ ഉണങ്ങിപ്പോയാലെന്ന്. പക്ഷേ ആർക്കും കാണാത്തൊരു തേജസ് നമ്മുടെ മുഖത്തുണ്ടാവും. ഹല്ലേലൂയ. അതാർക്കും മനസ്സിലാകത്തില്ല ചിലപ്പോൾ. ആമേൻ. ആത്മാവിൽ നിൽക്കുന്നവർക്ക് മനസ്സിലാകും അത്. ഹല്ലേലൂയ. അവനൊന്ന് ചിന്തിച്ചേ, അവൻ യേശു കർത്താവ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് വരുക. ഹല്ലേലൂയ. പ്രാർത്ഥന കഴിഞ്ഞ് എവിടെ കൂടെ എങ്ങനെ വരികയാണ്? കടലിൻ്റെ മേൽ നടന്നു വരും. ഇവര് വിളിക്കുക, അയ്യോ ഭൂതം വരുന്നേ. 12 പേര് ഒരുമിച്ച് വിളിക്കുക, അയ്യോ ഭൂതം വരുന്നേ. നിങ്ങൾ ഞാനൊരു കാര്യം പറയട്ടെ. ഈ കടലിന് ഈ തടാകത്തിന് വേറൊരു ഒരു പേരുദോഷം കൂടെ ഉണ്ട്. ആ പേരുദോഷം എന്താണെന്നറിയാവോ? ഇത് രാത്രിയാവുമ്പോൾ പിശാചുക്കൾ എഴുന്നേറ്റ് നടക്കുന്ന ഒരു തടാകമാണ്. ഒരു പേരുദോഷം ഓൾറെഡി എവിടെ ആർക്കുണ്ട്? ഈ ഗെനസരത്ത് തടാകത്തിന് ഉണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഈ കാറ്റ്, ഈ തിരമാല, അങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല, ഇങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല, വല്ലാത്ത അലച്ചിൽ. അപ്പോൾ ഇവരെന്ത് ചിന്തിച്ച് കാണും? ഇതെല്ലാം ഏതോ ഭൂതത്തിൻ്റെതാ. ഹല്ലേലൂയ. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? ഏതോ ഭൂതത്തിൻ്റെതാ. കാരണം പണ്ട് മുതലേ ഇവർ കേൾക്കുക, ഇതിനകത്ത് ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ ഈ സംഭവം എല്ലാം വരുമെന്ന്. അപ്പം ഇവർക്ക് പ്രതീക്ഷിക്കാൻ എന്തേ ഉള്ളൂ? ഇതേ ഉള്ളൂ. എന്തുവാ? രാത്രിയാകുമ്പോൾ ഈ പ്രതികൂലത്തിന് നടുവിൽ ഇവരെ തേടി വരാൻ ആരുണ്ട്? ചുമ്മാതാണോ ഇവർ യേശുവിനെ കണ്ടിട്ട് ഭൂതവും നിലവിളിച്ചേ? ഹല്ലേലൂയ. നിങ്ങൾ തന്നെ ചിന്തിക്കുക. നിങ്ങൾക്ക് തന്നെ ഒരു ചിന്തയില്ലേ? രാത്രി കാറ്റ് വരുന്നു, വല്ലാതെ കരിയലൊക്കെ അനങ്ങുന്നു. എവിടെ? അത്രയൊന്നും വേണ്ട. ജസ്റ്റ് ഇവിടെ ഒരു കൊച്ചങ്ങ വീണിട്ട് 2 കരിയൽ അനങ്ങിയാൽ എക്കി തെറിച്ചിട്ട് അയ്യോ എന്ന് വിളിക്കുന്നവരെവിടെ? ഇല്ലേ? ഇവിടെ ആരും നല്ല കുട്ടികൾ.
കരങ്ങളെ ഉയർത്തിയെന്ന് കർത്താവിനെ സ്തുതിച്ചേ. പേടിയില്ലാത്ത എത്ര പേരുണ്ട്? അതിനും കൈ ഉയർത്തില്ല. പേടിയുള്ള എത്ര പേരുണ്ട്? അതിനും കൈ ഉയർത്തത്തില്ല. അല്ല, നിങ്ങൾ ഏത് കൂട്ടത്തിലാ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കും. നിങ്ങളാണ് ആ സാഹചര്യത്തിനകത്തെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? പേടിച്ച് മരിക്കാൻ വയ്യ, ഞങ്ങൾ ചാടിച്ചത്തേക്കാവെന്ന് നിങ്ങൾ വിചാരിക്കുമായിരുന്നു. അല്ലേ, അവർക്ക് അത് തോന്നിയില്ല. എന്തായാലും ആ പടകിനകത്ത് തന്നെ അവരുണ്ടായിരുന്നു. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾ ഉറങ്ങുവാണെങ്കിൽ ഒന്ന് ഉണർത്താൻ വേണ്ടി പറഞ്ഞതാ. എൻ്റെ കൂടെ ഉണ്ടല്ലോ അല്ലേ? ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചേ, ഇവരെ അവൻ ഇങ്ങനെ പേടിച്ച് നിൽക്കും. എന്താ പേടി? ഓൾറെഡി ഇവർ കേട്ടിട്ടുണ്ട് ഇതിനകത്ത് എന്തു വരും? ഭൂതം. അതിൽ കൂടാണ് കാറ്റുയരുന്നു, വല്ലാത്ത തിരമാല ഉയരുന്നു. ഇതെല്ലാം കേട്ടപ്പോഴുടെ മുട്ടുകാലങ്ങ് വിറച്ചു. ഹല്ലേലൂയ. ഇവർ വിചാരിച്ചു ഇപ്പൊ ഭൂതം വരും, ഇപ്പൊ ഭൂതം വരാം. ഇവർ പ്രതീക്ഷിച്ചു, ഭൂതത്തെ പ്രതീക്ഷിച്ചിരിക്കുക. പക്ഷെ വന്നതാരാ? യേശു. പക്ഷെ ഇവരെ കണ്ണെന്ത് ചെയ്തു? അടഞ്ഞിരുന്നു. കാരണം ഇവർ പ്രതീക്ഷിച്ചതാരെയാ? പലപ്പോഴും നമ്മുടെ പ്രതിസന്ധിക്കകത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തോ, അയ്യോ ഇന്നയാൾ ആഭിചാരം ചെയ്തതുകൊണ്ടാ ഞാനിങ്ങനെ മുടിഞ്ഞു പോയേ, അതുകൊണ്ടാ എൻ്റെ ബിസിനസ് പച്ച പിടിക്കാത്തേ, അതുകൊണ്ടാ പാസ്റ്ററെ ഞാൻ രക്ഷപ്പെടാത്തത്. പാസ്റ്റർ കേട്ടിട്ടില്ലേ വിശ്വാസികൾ വന്ന് പറയുന്നത്? അയ്യോ പാസ്റ്റർ വീട്ടിൻ്റെ നടയിൽ ഒരു 50 പൈസ തൊട്ട് തെറ്റിപ്പൂവ്, അത് കിടന്നു ഇത് കിടന്നു. ഹല്ലേലൂയ. അതെടുത്ത് അന്ന് മുതൽ എനിക്ക് തലവേദനയാണ്. ഞങ്ങൾ എത്ര കേസ് കേൾക്കുന്നതെന്നറിയോ? അതെടുത്ത് അന്ന് മുതൽ പാസ്റ്ററിൻ്റെ കൈക്കൊരു വിറയല്ല. ഹല്ലേലൂയ. നിങ്ങൾ ഞങ്ങളുടെ വിശ്വാസിയുടെ ചെന്ന് പറഞ്ഞേക്കല്ലേ? ഹല്ലേലൂയ. അങ്ങനെ പറഞ്ഞവരുണ്ട് ഞങ്ങളെ പാസ്റ്റർ എന്നാലും ഞങ്ങളെ കരുവാക്കിയില്ലെന്ന് പറയും. അതുകൊണ്ട് പറഞ്ഞത്. ഓക്കെ, ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചേ. നിങ്ങൾ ആരെങ്കിലും ഉണ്ടോ ഇതിൻ്റെ കൂട്ടത്തിൽ? ഇല്ലല്ലോ. ഇല്ലെങ്കിൽ ഒന്ന് നന്നായിട്ട് കർത്താവിനെ സ്തുതിച്ചേ. അതിനുമില്ല ആരും. ഹല്ലേലൂയ. അപ്പോൾ കുറച്ച് ആരൊക്കെ ഉണ്ട് ഇതിൻ്റെ ഇടയ്ക്ക്. ഞാൻ ഒരു കാര്യം പറയാം. കർത്താവിൻ്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിലേ വിളിച്ച ദൈവം വിശ്വസ്തനാ. അവരെന്തൊക്കെ ചെയ്താലും മന്ത്രവാദത്തിന് ശക്തിയില്ലെന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം ഉറപ്പ് തരാം, നിനക്ക് വിരോധമായി വരുന്ന ഒരായുധവും ഫലിക്കയില്ല. ഇത് ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞിന് ദൈവം കൊടുക്കുന്ന വാഗ്ദത്തമാ. വിശ്വസിക്കുന്നവനുണ്ടോ? ലോകത്തിന്റെ ഒരാഭിചാരവും ഒരു നേർച്ചയും ഒരു കാഴ്ചയും ഒരു ശാപവും നിന്നെയോ നിന്റെ തലമുറയോ തൊടത്തില്ല. അവർ വരത്തില്ലെന്നല്ല, അവർ വരും. അവർ നിന്നെ വലക്കത്തില്ല, വലക്ക്. പക്ഷേ നിന്നെ തൊടാൻ, നിന്റെ പ്രാണനോ നിന്റെ സമ്പത്തിനോ നിന്റെ നന്മയ്ക്കോ തകർച്ച വരുത്തുവാൻ അവന് കഴിയത്തില്ല. അതിൽ നിന്ന് വിടുവിപ്പാൻ ഒരുവൻ നിന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ഒന്നും രണ്ടും അല്ല, ഒത്തിരി അനുഭവങ്ങൾ ഞങ്ങളുടെ ചർച്ചിനകത്തുണ്ട്. ഒരു സഹോദരി ഒരു 5 വർഷം മുൻപ് ഞങ്ങളുടെ ചർച്ച്, 5 അല്ല ഒരു 7 വർഷം മുമ്പ് ഞങ്ങളുടെ ചർച്ചിലെത്തിയ ഒരു സഹോദരി കഴിഞ്ഞ കോവിഡിൻ്റെ സമയത്ത് ആദ്യ നാളുകൾ വന്ന സമയത്ത് അവർ പറയും അമ്മയും മോനും അപ്പനും ഉണ്ട്. ലോറി ഓടിച്ചുകൊണ്ടിരുന്ന സഹോദരൻ ആദ്യം വന്നു. പാസ്റ്റർ ഒരു കാര്യം പറഞ്ഞു, അനുസരിച്ചില്ല. ഒരു വലിയ നഷ്ടം വന്നു. അതോടെ പറഞ്ഞു, പാസ്റ്ററെ ഇനി പാസ്റ്റർ പറയുന്നതിന് അപ്പുറം അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, പാസ്റ്റർ പറയുന്ന വഴിയേ ഞാൻ നടന്നോളാം. മര്യാദയ്ക്ക് ദൈവസന്നിധിയിൽ നിന്നപ്പോൾ കർത്താവ് 2 ലോറിയൊക്കെ കൊടുത്തു. ഹല്ലേലൂയ. ഒരുവിധം പച്ച പിടിച്ചൊക്കെ വന്നത്. ഈ വരുന്ന സമയത്ത് ഭയങ്കര കഷ്ടമായിരുന്നു അവരുടെ വീട്ടിലെ അവസ്ഥ. അവർ പറഞ്ഞു, പാസ്റ്റർ വരുന്നതെല്ലാം ഒഴുകിപ്പോവുക. മദ്യപാനിയായിരുന്നു. പുകവലിക്കും. ഒത്തിരി കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ കേസുണ്ടാക്കാതെ വീട്ടിൽ കയറത്തില്ല. അങ്ങനെ ഒരു പാർട്ടിയായിരുന്നു. ഓക്കെ, ആ ഒരു കണ്ടീഷനകത്ത് ഇവർ ചർച്ചയിൽ വരുമ്പോൾ അമ്മയ്ക്കും മകൻ ഒരുപോലെ വൈശാചി. ഇവർ രണ്ടുപേരും ഈ ചുവരിലൊക്കെ എന്തിരുന്നാ ഇവർ നോക്കുമ്പോൾ അവർക്ക് പാമ്പിരിക്കുന്നത് പോലെ തോന്നും. അങ്ങനെയുള്ള വിഷയങ്ങൾ, ഒത്തിരി വൈശാചിക ബന്ധനം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒത്തിരി സമയം വേർതിരിച്ച് അവർക്ക് വേണ്ടി ഇരുന്ന് ഇതുപോലെ ഒത്തിരി കേസുകൾ ദൈവം ഞങ്ങളുടെ മിനിസ്ട്രിക്കകത്ത് വിടുവിച്ചിട്ടുണ്ട്. ദൈവം അത് അവർക്ക് വിടുതലാക്കി കൊടുത്തു. ഹല്ലേലൂയ. എനിക്ക് തോന്നി കോവിഡിൻ്റെ സമയത്ത് ഒത്തിരി സമയം മീറ്റിംഗ് ഇല്ലായിരുന്നല്ലോ. ആ സമയത്ത് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് ഞങ്ങൾ ഇപ്പം ഞങ്ങളുടെ ചർച്ചിരിക്കുന്ന 2 ഇടത്ത് ഞങ്ങളുടെ ചർച്ചുണ്ട്. ചർച്ചിരിക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ കുറച്ച് ദിവസം താമസത്തിന്, കോവിഡ് ആകുമ്പോൾ എപ്പോഴും അങ്ങോട്ട് ഓടിക്കൊണ്ടാണ്. കുറച്ച് ദിവസം താമസത്തിനോട്ട് വരുമ്പോൾ ഒരു ദിവസം ഈ കുടുംബനാഥൻ വിളിച്ചു, പാസ്റ്ററെ ഇതുപോലെ ഒരു വിഷയമുണ്ട്, പാസ്റ്റർ ഉണ്ടോ? പാസ്റ്റർ പറഞ്ഞു ഇവിടെ ഉണ്ട്, വന്നോന്ന് പറഞ്ഞു. വന്നു പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ പറഞ്ഞു, അന്ന് 4.5 വർഷമായി ഞാൻ ഇവരെ കൊണ്ടുപോകാൻ നോക്കുക. ഈ കുടുംബത്തിനകത്ത് ഒരെണ്ണത്തെ എടുത്തുകൊണ്ടോ നോക്കുക. നിങ്ങളുടെ പ്രാർത്ഥന കാരണം ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ശരി ഇതുവരെ ചെയ്തില്ല, ഇനി നീ ചെയ്യത്തില്ല. രോമത്തിൽ പോലും ഒന്നിന് കേടുവരുന്നത് നിന്നെ കൊണ്ട് പറ്റത്തില്ല. നിങ്ങൾക്കറിയാമോ, പിശാചിന് ശക്തിയുണ്ട്, പക്ഷെ അവന് നിങ്ങളെ ഒന്നും ചെയ്യാനൊക്കത്തില്ല. ആമേൻ. ഹല്ലേലൂയ.
ഒരാൾ ഇവർക്ക് വേണ്ടി പിന്തുടർന്ന് ഇവർ നന്നാകരുത്. പുള്ളിക്കാരത്തേക്ക് അത് കാണാൻ വയ്യ, അതുകൊണ്ട് ഇവരെ പിന്നാലെ നടന്ന് മന്ത്രവാദം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ലാസ്റ്റ് ഘട്ടത്തിൽ അവരുടെ വസ്തു കൊണ്ട് ഈ പിശാച് അളവുമ്പോൾ പറഞ്ഞതാ, അവരുടെ വസ്തു വിറ്റപ്പോൾ അതിനകത്തുനിന്ന് 1,00,000 രൂപ കൊടുത്തിട്ട് വിട്ടേക്കുക. ഇത്തവണ വരുമ്പോൾ ഒരെണ്ണത്തെയും കൊണ്ടേ വരാവൂ. ഇതാ അവരുടെ ആമേൻ വാക്ക്. ഒരെണ്ണത്തെ ഇനി അല്ലെങ്കിൽ ഇങ്ങോട്ട് വന്നേക്കരുത് എന്ന് പറഞ്ഞ ഈ സംഭവത്തെ വിട്ടേക്കുന്നത്. വന്നു എന്ന് വല്ലാതെ വാദിച്ചു. അവസാനം ചോദിച്ചു, പാസ്റ്റർക്ക് അറിയാമോ, ഞങ്ങൾ 5,00,000 പേരുണ്ട്, ഞങ്ങൾ 5,00,000 ഉള്ളോ? ഹല്ലേലൂയ, ആമേൻ. അത് പറഞ്ഞു, പേടിയില്ലേ പാസ്റ്റർക്ക്? നമുക്കെന്തിനാ പേടിക്കുന്നേ? കർത്താവിന് ആമേൻ 6,000 എണ്ണത്തെ പുറത്താക്കാൻ 1 സെക്കൻഡ് മതിയായിരുന്നു. ഹല്ലേലൂയ. വചനം പറയുന്നത് കർത്താവിൽ വിശ്വസിക്കുന്നവൻ ഇതിന് അധികം ചെയ്യുമെന്ന. പിന്നെ എന്തിനാ ഞങ്ങൾ പേടിക്കുന്നേ? അവസാനം ഭൂതം പേടിച്ചു, അവൻ ഇനി മേൽ ഞങ്ങൾ ഇങ്ങോട്ട് വരത്തില്ല എന്ന് പറഞ്ഞു പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ വേറൊരു സാധനം വന്നിട്ട് പറയുക, അവൾ വന്ന് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഇനി മേലിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് വരത്തില്ല. കാരണം ഇത്രയും നാൾ മന്ത്രവാദം ചെയ്തിട്ടൊന്നും നടന്നില്ല. വിശ്വസിക്കുന്നവരുണ്ടോ? ഇതാ സംഭവിക്കാൻ പോകുന്നേ. അവരുടെ പൈസ മൊത്തം വേസ്റ്റ്. ഹല്ലേലൂയ. വിശ്വാസത്തോടെ നിൽക്കണം, അല്ലാതെ ഓലപ്പാമ്പ് കാണിക്കുമ്പോൾ പാസ്റ്ററെ വിട്ടിട്ട് ഓടിയത്. ഹല്ലേലൂയ. പാസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് ശരിയാവുന്നുമില്ല, ഇനി വേറെ എന്തെങ്കിലും വഴിയുണ്ടോ നോക്കട്ടെ എന്ന് പറഞ്ഞ് ഓടിയേക്കരുത്. മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ചർച്ചയിൽ നിൽക്കണം. ഹല്ലേലൂയ. അപ്പം എന്ത് വിഷയം ഉണ്ടെങ്കിലും അവൻ നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന അഭിഷിക്തനിലൂടെ ദൈവം നിങ്ങളെ വിടുവിക്കും. ഹല്ലേലൂയ. ഓടിക്കൊണ്ട് നടന്നാൽ അതിനെ പറ്റത്തുള്ളൂ. ഞാൻ വിട്ടു, ഞാൻ ആ വിഷയത്തിലോട്ട് പോകത്തില്ല ഇങ്ങോട്ട്. ഹല്ലേലൂയ. ഒന്ന് ചിന്തിക്കുക. ഹല്ലേലൂയ. നിനക്ക് വിരോധമായി എത്ര ആയുധം വന്നാൽ അതെന്ത് ചെയ്യത്തില്ല? ഫലിക്കത്തില്ല. എങ്ങനാണെങ്കിൽ ഉറപ്പോടെ നിൽക്കണം. ഹല്ലേലൂയ. ഈ ശിഷ്യന്മാർ നോക്കുമ്പോഴുണ്ട് കാറ്റ് വലുതായിട്ട് വരിക, കടലിളകി നിൽക്കുക. ഹല്ലേലൂയ. പടകിന് ഒന്ന് അടങ്ങുന്നില്ല. പടക് വല്ലാതെ ഭാരം. അതിൻ്റെ നടുവിൽ ദേണ്ടേ പ്രകാശപൂരിതമായൊരു മനുഷ്യൻ അവൻ വെള്ളത്തിൻ്റെ മീതെ നടന്നു വരിക. ഇവർ പറയുക, അയ്യോ ഭൂതം വരിക. യേശു പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇത് ഞാൻ ആകുന്നു. രാത്രികാലം ഈ വാക്ക് നിങ്ങൾക്കുള്ള വാക്കാ. ജീവിതത്തിൻ്റെ ഏതൊക്കെയോ മേഖലയ്ക്കകത്ത് ഭയന്ന് കർത്താവേ അടുത്തെന്താ സംഭവിക്കാൻ പോകുന്നേ? എൻ്റെ ഭാവി എന്താകും? എൻ്റെ തലമുറയുടെ ഭാവി എന്താകും? എൻ്റെ കുടുംബത്തിൻ്റെ സ്ഥിതി എന്താകും? ഞാൻ സകലതും വിട്ട് അങ്ങേ അനുഗമിച്ചതാ, നാളെ എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി എന്താകും? ഈ ചിന്തയോടെ ഇതിനകത്ത് വ്യസനിക്കുന്ന ആരോ എന്നെ കേൾക്കുന്നുണ്ടോ? ഇന്ന് രാത്രികാലം ഞാൻ ആത്മാവിലൊരു ദൂത് പറയാം. നിന്റെ വിഷയത്തിന്റെ നടുവിൽ പരിഹാരമായി ഒരുവൻ വന്നു നിന്നിട്ട് പറയുക, നീ അനുഭവിക്കുന്ന പ്രശ്നത്തിന്, നീ അനുഭവിക്കുന്ന ഭാരത്തിന് അവൻ പരിഹാരം ഞാൻ ആകുന്നു. ഓ, ഞാൻ ആകുന്നു. ഇതൊരു മനുഷ്യന്റെ ശബ്ദമല്ല, ഇതൊരു സ്വർഗത്തിന്റെ ശബ്ദമാണ്. നിങ്ങൾ പറയുമ്പോൾ കർത്താവേ, എന്റെ സാമ്പത്തിക സ്ഥിതി വല്ലാത്ത പരിങ്ങല്ല, എന്റെ ആരോഗ്യം വല്ലാതെ മോശമായി കൊണ്ടിരിക്കുക, എന്റെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ വല്ലാതെ മോശമായി കൊണ്ടിരിക്കുക. സ്വർഗം പറയും, നീ ഏത് വിഷയത്തിന്റെ നടുവിൽ ആയിരിക്കുന്നു, അതിന്റെ പരിഹാരം ഞാൻ ആകുന്നു. ഓ റബല ധേരബ രഗല ധുരബബ രഗല ധുരബബ രഗല ശദരബ രംധരഗലബ. ചിലതിനെ ഭയന്ന് അവൻ ഏതൊക്കെ മണ്ഡലങ്ങൾക്കകത്തുന്ന ഓടി നാർക്കുന്ന സ്ഥലം വേണ്ട, മാറിപ്പോകാമെന്ന് ചിന്തിക്കുന്നു. ആരോട് പരിശുദ്ധമ പറയുക, നിന്നെ നിൽക്കുന്നിടത്ത് നിർത്തുവാൻ വിശ്വസ്തനായ ഒരുവൻ ഇന്ന് രാത്രികാലം ഇതിനകത്ത് വന്നിട്ടുണ്ട്. നീ അല്ല ഓടേണ്ടത്, നിനക്ക് വിരോധമായി നിൽക്കുന്ന ചില മണ്ഡലങ്ങളുണ്ടല്ലോ, അവരോടാ പോവുക. നീ അല്ല ഓടാൻ പോകുന്നേ. പിശാച് പറയും നിന്നെ ഓടിക്കുവന്ന്. തൻ്റെ ഇടത്തോടെ പറയണം, ഞാനല്ല ഓടാൻ പോകുന്ന പിശാചേ. ഈ ദിവസങ്ങൾ 7 ദിവസം ദൈവ സാന്നിധ്യത്തിൻ്റെ മറവിലാണ് നിങ്ങൾ ഇരിക്കുന്നേ. ഇത് വിട്ട് പുറത്തിറങ്ങുമ്പോൾ അവൻ വെറുതെ ഇറങ്ങരുത്, തീയായി ഇറങ്ങണം. അഭിഷേകത്തിൻ്റെ തീ പ്രാപിച്ചുകൊണ്ട് ഇറങ്ങണം. നീ ചെന്ന് കാല് വെക്കുമ്പോൾ, നിന്റെ വീടിനകത്ത് കാല് വെക്കുമ്പോൾ, നിന്റെ വീടിൻ്റെ അതിരിങ്കൽ കാല് വെക്കുമ്പോൾ, നിനക്ക് വിരോധമായി കൊടികുത്തി വാഴുന്ന ചില ശത്രുവിൻ്റെ മണ്ഡലങ്ങളെ സ്വർഗം ഉടക്ക. അഭിഷേകത്തിൻ്റെ തീ ഇന്ന് രാത്രികാലം സ്വർഗം ഇതിനകത്ത് പകരാൻ പോകുക. ഓ ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി ഒന്ന് കർത്താവിനെ സ്തുതിച്ചേ ഒരു 10 മിനിറ്റ് ഇവിടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ.
കർത്താവ് പറയുന്നത് ഞാനാകുന്നു. എവിടെ ഈ ശബ്ദം കേട്ടതെന്നറിയാമോ? പണ്ടൊരിക്കൽ മിസ്രൈമിനകത്ത് ഇസ്രായേൽ ജനത്തെ അടിമകളാക്കി വെച്ചിട്ട് ഹല്ലേലൂയ ഫറവോൻ പറഞ്ഞു, ഇവരെ എൻ്റെ കൈക്കകന്ന് പുറത്തു പോകാൻ ഞാൻ അനുവദിക്കത്തില്ല. ആമേൻ. ദൈവം മോശയോട് പറഞ്ഞു, ചെന്ന് പറയുക എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കാൻ. ഫറവോൻ ചോദിക്കുക ആരാ? മോശ അതിന് മുന്നേ കർത്താവിനോട് ചോദിക്കുക, കർത്താവേ ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോഴേ എന്നോട് ഫറവോൻ ഒരു ചോദ്യം ചോദിക്കും. ആ ചോദ്യം ഇങ്ങനെയായിരിക്കും, നിന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത് ആരാന്ന്? അപ്പം ഞാൻ എന്ത് മറുപടിയാണ് പറയണ്ടേ? സ്വർഗം പറയാ, നീ ചെന്ന് പറഞ്ഞേക്ക, ഞാൻ ആകുന്നവൻ, ഞാനാകുന്നു. ഹല്ലേലൂയ, ഞാനാകുന്നവൻ, ഞാനാകുന്നു. ഹല്ലേലൂയ. സ്വർഗം ആമേൻ മോശയിലൂടെ ആമേൻ പുറപ്പാട് 3:14 അവിടെ കൊടുക്കുന്ന മറുപടിയാ, ഞാനാകുന്നു എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് അവനോട് ചെന്ന് പറഞ്ഞേക്ക എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്തെന്നറിയാമോ? ആമേൻ. എനിക്ക് തുല്യനായിട്ട് ഈ ലോകത്തിൽ മറ്റാരുമില്ല. ഒരു മനുഷ്യനോട് സ്വർഗത്തെ ഉപമിക്കാൻ പറ്റത്തില്ല. ബാങ്കിനോട് സ്വർഗത്തെ ഉപമിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ആമേൻ. ഒരു വൈദ്യനോട് മാത്രം സ്വർഗത്തിനെ ഉപമിച്ച തീരത്തില്ല. നിങ്ങൾ പറയുമായിരിക്കും, ചിലർക്ക് യേശു കർത്താവ് ആരാന്ന് ചോദിച്ചാൽ പറയും, ഓ ഞാൻ ഓടി ചെല്ലുമ്പോൾ ആമേൻ പാസ്റ്റർ പ്രാർത്ഥിക്കും, എന്നെ കർത്താവ് സൗഖ്യമാക്കും. അവരോട് ചോദിച്ചാൽ അവർ പറയും എൻ്റെ വൈദ്യനാണ്. ഹല്ലേലൂയ. ചിലരോട് ചോദിച്ചാൽ പറയും സാമ്പത്തിക പ്രതിസന്ധിയിലായിരിക്കുമ്പോൾ വരും, പാസ്റ്ററോട് പറയും പ്രാർത്ഥിക്കും, എൻ്റെ സാമ്പത്തിക ആവശ്യം നിറവേറി വരും. യേശു എൻ്റെ ബാങ്കാണ്. ഹല്ലേലൂയ. ഓരോരുത്തർക്കും ഓരോന്നാ യേശു. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. പിന്നെ ഇങ്ങനെ വരുന്നവർക്കൊരു പ്രത്യേകത കൂടെ ഉണ്ട്. ഈ ആവശ്യം വരുമ്പോൾ മാത്രമേ കാണത്തുള്ളൂ. ഹല്ലേലൂയ. ഞങ്ങളുടെ ചർച്ചിൽ പണ്ടൊരു സഹോദരി, ഇപ്പം ഇല്ല, പണ്ടൊരു സഹോദരി ഉണ്ടായിരുന്നു. ആമേൻ. ആ സഹോദരി ആമേൻ വരുമ്പോൾ ഞാൻ പാസ്റ്ററോട് ചോദിക്കും, ഇന്ന് എന്തായിരുന്നു വിഷയമെന്ന്. സീരിയസ് ആയിട്ട് ഞാൻ തമാശ പോലെ പറയുവാണെങ്കിലും സീരിയസ് ആയിട്ട് ഞങ്ങളുടെ ഇടയിൽ നടക്കുന്നൊരു സംഭാഷണമാണ്. ഞാൻ പാസ്റ്ററോട് ചെന്ന് പതിയെ തട്ടിയിട്ട് ചോദിക്കും, ഇന്ന് എന്തായിരുന്നു ഇന്ന ആളിൻ്റെ വിഷയം. കാരണം വിഷയം ഉണ്ടെങ്കിൽ മാത്രം ചർച്ചയിൽ കാണുന്ന ആളാണ് അത്. ഹല്ലേലൂയ. അങ്ങനെ കാണുമല്ലേ പാസ്റ്റർ എല്ലായിടത്തും? ഇവിടെ ആരും ഇല്ലെന്ന് തോന്നുന്നു, പാസ്റ്റർ ഒന്നും ഇല്ല. ഹല്ലേലൂയ. നിങ്ങളുടെ പാസ്റ്റർ നല്ല പാസ്റ്റർ. ഓക്കെ. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. അവർ അന്ന് വരുന്നെങ്കിൽ എന്തേലും ഒരു വിഷയം ഉണ്ടാവും. 3 ആഴ്ച മുടങ്ങത്തില്ല. കാരണം അവർക്കറിയാം 3 ആഴ്ച വന്ന വിഷയത്തിൻ്റെ പരിഹാരമാണ്. പിന്നെ 3 ആഴ്ച കഴിഞ്ഞിട്ട് അടുത്ത് വരണമെങ്കിൽ അടുത്ത വിഷയം വരണം. ഹല്ലേലൂയ. അങ്ങനെ ആകരുത്. ഹല്ലേലൂയ. ചിലർക്ക് ആമേൻ ചർച്ചയിൽ വരുമ്പോൾ ചിലർ പറയും, സിസ്റ്ററെ എന്താ വിഷയം? സിസ്റ്ററെ നടുവിന് ഭയങ്കര വേദന. എത്ര ദിവസമായി? 1 ആഴ്ചയായി തുടങ്ങിയിട്ട്. ഡോക്ടറെ അടുത്ത് പോയി ആമേൻ മരുന്ന് വാങ്ങിച്ചു, ക്ലിയർ ആയില്ല. ഒന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. പ്രാർത്ഥിച്ച് സുഖമായി കഴിഞ്ഞാൽ അവരവിടെ കാണത്തില്ലെന്ന് എനിക്കറിയാം. പിന്നെ കാണണമെങ്കിൽ അടുത്ത കാലുവേദന വരണം. ഹല്ലേലൂയ. അങ്ങനെ ആകരുത് നിങ്ങൾ. ഹല്ലേലൂയ. കർത്താവിനെ സമീപിക്കുമ്പോഴേ കർത്താവ് ആരാന്ന് അറിഞ്ഞിട്ട് സമീപിക്കണം. കർത്താവ് ആരാന്ന് അറിഞ്ഞിട്ട് സമീപിക്കണം. കർത്താവിനോട് പറയണം, കർത്താവേ എനിക്ക് വെറും ഒരു വൈദ്യം മാത്രമല്ല അങ്ങ്, എനിക്ക് വേറെ ഒരു ബാങ്ക് മാത്രമല്ല അങ്ങ്, എൻ്റെ സമാധാനം മാത്രമല്ല അങ്ങ്, അങ്ങൻ്റെ എല്ലാമാണെന്ന് പറയാൻ, അങ്ങൻ്റെ ദൈവമാണെന്ന് പറയാൻ, അങ്ങല്ലാതെ എനിക്ക് വേറൊന്നും ഇല്ലെന്ന് പറയാൻ ഇതിനകത്ത് ഒരുക്കപ്പെടുന്ന ഹൃദയമുണ്ടോ? ഞാൻ പറയൂ, നിന്റെ വിഷയത്തിനകത്ത് ഒരപ്പനെ പോലെ വന്ന് സകലത്തിലും കരുതുവാൻ ഒരുവൻ നിനക്ക് വേണ്ടിയുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. യേശുവിനെ കണ്ടപ്പോൾ അവർ പേടിച്ചു. ഉടനെ കർത്താവ് പറയുക, ഭയപ്പെടേണ്ടത് ഞാനാകുന്നു. ഹല്ലേലൂയ. ഉടനെ പത്രോസ് പറയുക, കർത്താവേ നീ ആകുന്നുവെങ്കിൽ ഞാൻ ഈ കടലിൻ്റെ മേൽ നടന്ന് അങ്ങയുടെ അടുക്കൽ വരുവാൻ എന്നോടൊന്ന് കൽപ്പിക്കണം. പത്രോസിന് ആശ്ചര്യമായി. എന്താ കാര്യം? കഴിഞ്ഞ 9 മണിക്കൂർ ഇവരെ വട്ടം ചുറ്റിച്ച അതേ കടലിൻ്റെ മേളിൽ ആര് നടന്നു വരുന്നേ? യേശു നടന്നു വരുന്നേ. കർത്താവ് പറയുക, വരിക, കമാൺ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം സ്വർഗം നിങ്ങളെ വിളിച്ചതേ പ്രതികൂലം മാറിയിട്ട് പോകാനല്ല. ഇത് രാത്രികാലം ആരോടെ പരിശുദ്ധാത്മാവ് സംസാരിക്കുക. ചിലർ പറയാം, ചർച്ചയിൽ വിളിക്കുമ്പോൾ പറയും, പാസ്റ്ററെ എൻ്റെ വിഷയത്തിന് ഞങ്ങൾ കേൾക്കുന്നതാണ്, നിങ്ങളുടെ പാസ്റ്റർ കേട്ടോണെന്ന് എനിക്കറിയത്തില്ല, ഈ വിഷയത്തിന് പരിഹാരമായാൽ ഞാൻ ചർച്ചയിൽ വരാം. ഹല്ലേലൂയ. ഈ വിഷയത്തിനകത്ത് വിടുതലായാൽ ഞങ്ങൾ ചർച്ചയിൽ വരാം. പിന്നെ ഒരു കണ്ടീഷനുണ്ട്, ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഞാൻ വരും, വിടുതലായാൽ പിന്നെയും വരും, ഇല്ലേ ഞാൻ വരത്തില്ല. ഇങ്ങനെയുണ്ട്. ഹല്ലേലൂയ. ഞാൻ പറയാം, ഇങ്ങനല്ല കർത്താവിനെ സമീപിക്കേണ്ടേ. ശദ്രക്കും മേശക്കും അബേദ്നെഗോവും കർത്താവിനെ സ്നേഹിച്ചത് എങ്ങനാ? ദാനിയേൽ കർത്താവിനെ സ്നേഹിച്ചത് എങ്ങനാ? അവർ പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിച്ചാലും ഇല്ലെങ്കിലും
ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ അവനെ വിട്ട് പിന്മാറത്തില്ല. ഹല്ലേലൂയ, ആമേൻ. ഒന്ന് ചിന്തിച്ചേ, ഞാൻ തിരിച്ചു വരിക. പത്രോസിനോട് പറയുക വരിക. പത്രോസ് എന്നും നോക്കിയില്ല, ചാടി അങ്ങ് ഇറങ്ങി വെള്ളത്തിൻ്റെ മേൽ നടക്കാൻ തുടങ്ങി. നിങ്ങളോട് ചോദിച്ചേ, ഇതിനകത്തിരിക്കുന്നവരിൽ ഒരാൾ വെള്ളത്തിൻ്റെ മീതെ നടക്കാൻ ഇറങ്ങിയ നിങ്ങളെന്ത് പറയും? നോക്ക്, വെയിറ്റ്, ആ വെള്ളത്തിലൊന്ന് നോക്ക്. കഴിഞ്ഞ 9 മണിക്കൂർ നമ്മളെ വലച്ച വെള്ളവാ. നിനക്ക് തോന്നുന്നുണ്ടോ നടക്കുമെന്ന്? ഞാൻ പറയുക, പത്രോസിൻ്റെ പുറകിൽ ഇരുന്ന 11 പേരും പുറകിലോട്ട് വലിച്ചു കാണത്തില്ല പാസ്റ്ററെ. അവർ പറയും, നോക്ക് പത്രോസേ, ഇത്രയും നേരം നീ ഹല്ലേലൂയ ഇവിടെ അവൻ ഈ പ്രതികൂലത്തിൻ്റെ നടുവിൽ ഹല്ലേലൂയ ഇരിക്കുമ്പോൾ, പ്രതികൂലത്തിൻ്റെ നടുവിൽ നിൽക്കുമ്പോൾ ഒന്ന് തിരിച്ചറിയുക, ഈ പ്രതികൂലം നിന്നെ മുക്കുവാൻ ശക്തിയുള്ളതാണ്. ഹല്ലേലൂയ. പത്രോസ് പറയും, എനിക്കത് ശ്രദ്ധയിൽ വരുന്നില്ല, എൻ്റെ കണ്ണിൽ അത് പിടിക്കത്തില്ല. കാരണം എൻ്റെ നോട്ടം മുമ്പിൽ നിൽക്കുന്ന യേശുവില. സകലത്തെയും ജയിച്ചവനായി അലറിക്കാറി കൂവുന്ന അവൻ ഈ കാറ്റിനെയും കടലിനെയും ജയിച്ചവനായി കഴിഞ്ഞ 9 മണിക്കൂർ എന്നെ വലച്ച ഈ പ്രതികൂലത്തിൽ നടന്നു വരുന്ന യേശുവിൽ മാത്രമായി എൻ്റെ ദൃഷ്ടി. ഹല്ലേലൂയ. അവൻ വചനം പറയുന്നു, വിശ്വാസത്തിന്റെ എബ്രായർ 12:2, വിശ്വാസത്തിന്റെ നായകന് പൂർത്തി വരുത്തുവനുമായ യേശുവിനെ നോക്ക്, എന്നിട്ട് ഇറങ്ങുക. ഹല്ലേലൂയ. പത്രോസ് മുങ്ങിയില്ല. ഹല്ലേലൂയ. ഒന്ന് മുങ്ങാൻ തുടങ്ങിയപ്പോൾ യേശു കൈനീട്ടി പിടിച്ചിട്ട് ചോദിക്കുക, അല്പവിശ്വാസിയെ നീ എന്തിന് സംശയിച്ചു? ഇറങ്ങിയ പത്രോസിന് കിട്ടിയ പേരെന്താ? അല്പവിശ്വാസിയെ. ബാക്കി ഇരിക്കുന്ന 11 പേരുടെ പേരെന്താ? നിങ്ങളിട്ടോ. ഹല്ലേലൂയ. ഞാൻ പറയണോ? അവിശ്വാസി എന്നാ. ഹല്ലേലൂയ. കാരണം വിളിച്ചിറക്കിയ കർത്താവിൽ ഇച്ചിരി പോലും വിശ്വാസമില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഞാനും നിങ്ങൾ ഏത് കൂട്ടത്തിലാ? ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം വിശ്വാസികളുടെ കൂട്ടത്തിലോട്ടൊന്ന് കയറണമേ. ഹല്ലേലൂയ. വിശ്വാസികളുടെ കൂട്ടത്തിലൊന്ന് കയറണമേ. എന്നിട്ട് പറയൂ, കർത്താവേ, പ്രതികൂലം എന്നെ മുക്കിക്കളയുമെന്ന് പറഞ്ഞാൽ ഞാൻ അതിന്റെ നടുവിൽ ക്ഷീണിച്ചു പോകത്തില്ല. ഞാൻ അങ്ങയുടെ മുഖത്തേക്ക് മാത്രം നോക്കി അങ്ങയുടെ സന്നിധി നിൽക്കുമെന്ന് പറയൂ. ഓ റബല ശദറബ. യേശു കർത്താവ് വെള്ളത്തിന്മീതെ നടന്നു വന്ന് പത്രോസിന്റെ കൈയും പിടിച്ച് പടകിലോട്ട് കയറുമ്പോൾ അന്നേരം ഇവരും അവൻ കവിണ്ണ് വീണിട്ട് പറയുക, നീ ദൈവപുത്രൻ സത്യം. ഞാൻ ചോദിക്കട്ടെ, പത്രോസേ, യാക്കോബേ, യോഹന്നാനെ, ഇതുവരെ നിങ്ങൾക്ക് യേശു ആരായിരുന്നു? അവർ പറയും, പണ്ട് ഞങ്ങൾ ഒത്തിരി അത്ഭുതങ്ങൾ കേട്ടിട്ടുണ്ട്. എലീശായി മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. യേശു മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അവൻ രോഗികളെ സൗഖ്യമാക്കിയ പ്രവാചകന്മാരുണ്ട്. അതുപോലെ യേശുവും ചെയ്തു. ഞങ്ങൾ വിചാരിച്ചത് യേശു കർത്താവ് അതുപോലൊരു പ്രവാചകൻ മാത്രമാണെന്ന്. പക്ഷെ ഇന്ന് ഞങ്ങൾക്ക് മനസ്സിലായി, എല്ലാ അർത്ഥത്തിലും ഞങ്ങളുടെ രക്ഷ യേശുവിലാണെന്ന്. ഞങ്ങളുടെ രക്ഷ യേശുവിലാണെന്ന്. ഇന്ന് രാത്രികാലം നിങ്ങൾ ഏത് വിഷയത്തിൻ്റെ നടുവിലായിരിക്കുന്നെങ്കിലും, ഏത് ഭാരത്തിൻ്റെ നടുവിലായിരിക്കുന്നെങ്കിലും, പരിശുദ്ധാത്മാവിന് നിങ്ങളോട് പറയാനൊന്നുണ്ട്. ആ യേശുവിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ട് കർത്താവിനെ സമീപിക്കാൻ തുടങ്ങിയാൽ നിന്നെ തകർക്കുവാൻ ലോകത്തിന്റെ ഒരു ശക്തിക്കും കഴിയത്തില്ല. അറിയേണ്ടതുപോലൊന്ന് അറിയണം. അതിന് നമ്മൾ മാത്രം വിചാരിച്ച പോലെ കർത്താവിനോട് പറഞ്ഞ, കർത്താവേ, അങ്ങേ അറിയേണ്ടതുപോലെ അറിയാൻ എൻ്റെ ഹൃദയത്തിൽ അങ്ങൊന്ന് തൊടണം. ഹല്ലേലൂയ. ആമേൻ. അവരറിയേണ്ടതുപോലെ അറിഞ്ഞു എന്ന് വെച്ചാൽ അവർക്ക് യേശുവിനെ കുറിച്ചൊരു വെളിപ്പാട് അവരുടെ ഉള്ളത്തിൽ കത്തിയപ്പോൾ ഇവർ കാലെടുത്ത് അടുത്ത് വെക്കുന്ന എങ്ങോട്ടാ? ഗന്നസരത്ത് ദേശത്തിലേക്കാ. ഞാനൊരു കാര്യം, അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞേ, നിങ്ങൾക്ക് ആ വെളിപ്പാട് കിട്ടിയാൽ ദേശം വിടുവിക്കപ്പെടും. ഇതിനകത്തിരിക്കുന്ന ഓരോ കുഞ്ഞുകുട്ടികൾ മുതൽ വലിയവർ വരെ ആയിക്കോട്ടെ, നിങ്ങളുടെ പ്രായം വ്യത്യാസമില്ല. നിങ്ങൾ പറയുമായിരിക്കും, എനിക്ക് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് സിസ്റ്ററെ. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾക്ക് യേശുവിനെ അറിയാമോ? യേശു ആരാന്നറിയാമോ? ഹല്ലേലൂയ. ചിലർക്ക് യേശു രോഗസൗഖ്യം മാത്രം കൊടുക്കുന്നയാളാ. ചിലർക്ക് യേശു സമ്പത്ത് മാത്രം കൊടുക്കുന്നയാളാ. ചിലർക്ക് ബാങ്ക്, ചിലർക്ക് ഹല്ലേലൂയ ശാപം മാറ്റാൻ ഒരാൾ. ഇങ്ങനെ പലർക്കും പലതാ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഞാൻ പറയാം, എല്ലാറ്റിനും ഉപരിയായി ഒരിക്കലും നശിച്ചു പോകാതെ വണ്ണം നമ്മുടെ ആത്മാവിനെ വീണ്ടുകൊള്ളുവാൻ തൊക്കെ വണ്ണം തൻ്റെ പ്രാണനെ, അവൻ തൻ്റെ ജീവനെ എനിക്കും നിങ്ങൾക്കും വേണ്ടി വിലയായി തന്നവൻ. ഹല്ലേലൂയ. പിതാവിനോടുള്ള സമത്വം
നാമത്തെ മുറുകെ പിടിക്കാതെ സ്വർഗ സിംഹാസനം വിട്ട് എനിക്കും നിങ്ങൾക്കും വേണ്ടി ആമേൻ ഈ ഭൂലോകത്തിൽ ഒരു സാധാരണ മനുഷ്യനായി പിറന്ന് ആമേൻ കാൽവരി ക്രൂശിൽ തന്റെ അവസാനത്തുള്ളി രക്തം വരെ എനിക്കും നിങ്ങൾക്ക് വേണ്ടി വിലയായി തന്ന നിത്യരക്ഷ എനിക്കും നിങ്ങൾക്ക് വേണ്ടി നൽകി തന്നവനാണ് നമ്മുടെ കർത്താവ്. വചനത്തിലൊരു ചോദ്യമുണ്ട്, സ്വന്തം പുത്രനെ ആദരിയാതെ നിങ്ങൾക്ക് വേണ്ടി തന്നവൻ അവനോടുകൂടെ സകലതും നിങ്ങൾക്ക് തരത്തില്ലയോ? ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് യേശുവിനെ അറിയാമോ? യേശുവിനെ അറിയാമോ? യേശു ആരാന്നറിയാമോ? ഈ ചിന്ത നിങ്ങളുടെ ഉള്ളത്തിനകത്ത് കത്തിയെങ്കിൽ നിങ്ങൾ ഒരിക്കലും പറയത്തില്ല, രോഗസൗഖ്യത്തിന് വേണ്ടിയാണ് ഞാൻ ചർച്ചിൽ പോകുന്നെന്ന് പറയത്തില്ല. രോഗം സൗഖ്യമാകാത്തതുകൊണ്ട് ഇനി ഞാൻ ചർച്ചിൽ വരത്തില്ലെന്ന് പറയത്തില്ല. എൻ്റെ സാമ്പത്തിക ആവശ്യം, എൻ്റെ തലമുറയുടെ ഭാവി, അതിനു വേണ്ടിയാണ് ഞാൻ ചർച്ചിൽ പോയത്, അത് നടക്കാത്തതുകൊണ്ട് ഞാൻ ഇനി വരത്തില്ലെന്ന് നിങ്ങൾ പറയത്തില്ല. ഇന്ന് രാത്രികാലം യേശു ആരാന്നറിഞ്ഞിട്ട് നിങ്ങൾ കർത്താവിനെ സമീപിച്ചാൽ നിന്റെ എല്ലാ വിഷയങ്ങൾക്കകത്ത് യേശു പറയും, ഞാൻ ആകുന്നവൻ, ഞാൻ ആകുന്നു. നിങ്ങൾ പറയും, കർത്താവേ എന്റെ സാമ്പത്തിക ആവശ്യം, സ്വർഗം പറയുന്നു അതിന്റെ പരിഹാരം ഞാനാകുന്നു. എന്റെ തലമുറ, കർത്താവ് പറയും അവർക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് ഞാനാ. കർത്താവേ എന്റെ കുടുംബത്തിന്റെ വിഷയങ്ങൾ, സ്വർഗം പറയും അതിനെ കരുതുന്നവൻ ഞാനാ. സ്വർഗം ചോദിക്കുന്ന ഒരേ ഒരു കാര്യം, നിങ്ങളെ ആ കർത്താവിന് ഒന്ന് വിട്ടുകൊടുക്കാൻ പറ്റുമോ? കർത്താവ് ആരാന്ന് തിരിച്ചറിഞ്ഞിട്ട് കർത്താവിന്റെ സാന്നിധ്യത്തെ നിങ്ങളിലൂടെ ദേശത്തിന് വെളിപ്പെടുത്തുവാൻ നിങ്ങളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് വേണേൽ ഒരു സാധാരണ വിശ്വാസിയെ ഇതിനകത്ത് വന്ന് കൈയടിച്ച് പ്രാർത്ഥിച്ച് വീട്ടിൽ പോകാം. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് ഒരു സാധാരണ ലെവലിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ചല്ല. നിങ്ങൾ പാർക്കുന്ന ഇടത്ത് ആമേൻ ഈ യേശു നിങ്ങളിലൂടെ വെളിപ്പെടുവാൻ ആഗ്രഹിക്കുന്നു. അതിന് നിങ്ങൾ കർത്താവ് ആരാന്ന് തിരിച്ചറിയണം. നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ നിങ്ങൾക്ക് വിരോധമായി ദേശങ്ങളിൽ കൊടികുത്തി വാഴുന്ന ചില വിഷയങ്ങളില്ലേ, അത് നിങ്ങളുടെ കാൽ കീഴെ വരും. അത് നിങ്ങളുടെ കാൽ കീഴെ വരും. ഇന്ന് വരെ നീ പരാജയപ്പെട്ടെടുത്ത് നീ ഒരു ജയമായി മാറ്, നീ ഒരു തോൽവിയായി നിൽപ്പാൻ എൻ്റെ സ്വർഗം അനുവദിക്കത്തില്ല. ഈ വെളിപ്പാട് നിങ്ങളിൽ കത്തിയാൽ, നിങ്ങളിലൂടെ ഈ വെളിപ്പാടിന്റെ തീ ദേശങ്ങളിൽ കത്ത്, അതിനകത്തുനിന്ന് നിങ്ങൾ പോയാൽ മതി. ചില രോഗികൾ സൗഖ്യമാകുക, അതിനകത്ത് അവൻ ചില അത്ഭുതങ്ങൾ നടക്കുക, ചിലരെ സഭയ്ക്കകത്ത് കൊണ്ടുവരുവാൻ, ഈ ഒഴിഞ്ഞു കിടക്കുന്നതെല്ലാം നിറയ്ക്കുവാൻ നിങ്ങളിൽ യേശു ആരാന്നുള്ള വെളിപ്പാട് കത്തിയാൽ മതി. സ്വർഗം നിങ്ങളെ കണ്ടിരിക്കുന്നത് ഒരു സാധാരണ വിശ്വാസിയായി വന്നിരുന്ന് പോകാനല്ല, കർത്താവ് ആരാന്ന് തിരിച്ചറിഞ്ഞ് ദേശത്തിന്റെ നടുവിൽ അവന്റെ നാമത്തെ വെളിപ്പെടുത്തുന്നവരായി തീരുവാനാ. ശിഷ്യന്മാർക്ക് ആ വെളിപ്പാട് കിട്ടിയപ്പോ അവർ കാലെടുത്ത് കരക്കി വെച്ചപ്പോ ദേശം അറിഞ്ഞു യേശു ആരാന്ന്. ഇന്ന് രാത്രിക്കാല സ്വർഗം നിങ്ങളോട് പറയുക, ഈ 7 ദിവസങ്ങൾ ഇതിനകത്ത് ഇരുന്ന് പുറത്തായിട്ട് ഇറങ്ങുന്നത് അവൻ വെറുതെ ആകരുത്. അവൻ ദേശം അറിയണം, നിങ്ങളിലൂടെ കർത്താവിന്റെ സാന്നിധ്യം വെളിപ്പെടുന്നത് അവരറിയണം. യേശുവിന്റെ മഹത്വം എന്താന്ന്, അതിനും നിങ്ങളെ ദേശത്തിന്റെ നടുവിൽ ഒരു പ്രകാശമാക്കി തീർക്കുവാൻ സ്വർഗം ഇന്ന് രാത്രികാലം ആഗ്രഹിക്കുക. ഞാൻ ഒരുമിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ താല്പര്യപ്പെടുന്നു. ഒരു നിമിഷം കണ്ണുകളെ മൂടി ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാമോ? നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. നിങ്ങളെ മൂടിക്കളയുമെന്ന് പറഞ്ഞ് വിരോധമായി നിൽക്കുന്ന ചില മണ്ഡലങ്ങളുണ്ടാകാം. നിങ്ങളെ മൂടിക്കളയുമെന്ന് പറഞ്ഞ കർത്താവ് ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ഈ വെളിപ്പാട് കിട്ടണമെന്ന. ശിഷ്യന്മാർ ഒത്തിരി വർഷം കർത്താവിനോട് കൂടെ നടന്നു, പക്ഷേ ഇത് കത്തിയില്ല അവരുടെ ഹൃദയത്തിനകത്ത്. ഇന്ന് രാത്രികാലം നിങ്ങൾക്ക് യേശുവിനെ അറിയാൻ തക്കവണ്ണം നിങ്ങളുടെ ഹൃദയത്തെ തൊടുവാൻ ഒരുവൻ ഇന്ന് രാത്രികാലം ഇതിനകത്ത് ഇറങ്ങുക. അവൻ്റെ പേര് പരിശുദ്ധാത്മാവെന്ന. ഇന്ന് രാത്രികാലം നിങ്ങൾ കർത്താവിനോട് പറയാൻ പറ്റുമോ? കർത്താവേ, എനിക്ക് യേശുവിനെ അറിയേണ്ട വണ്ണം അറിയണം, എനിക്ക് യേശുവിനെ അറിയേണ്ട വണ്ണം അറിയണം. എല്ലാവരും കണ്ണുകളെ മൂടിയേ. നിങ്ങൾ ഹൃദയത്തിനകത്ത് അതിയായി ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ദേശത്തിനകത്ത് കർത്താവേ അങ്ങാരാന്ന് ദേശം അറിയണം, അത് എന്നിലൂടെ അറിയണം എന്നാഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് നിങ്ങളൊരു നിന്ദയായിരിക്കാം നിങ്ങളുടെ ദേശത്തിനകത്ത്. ഇന്ന് നിങ്ങൾ പലർക്കും ഒരു ചോദ്യചിഹ്നമായിരിക്കാം. നിങ്ങളുടെ ഭാവി ഒരു ചോദ്യചിഹ്നമായിരിക്കാം, നിങ്ങളുടെ കുടുംബം ഒരു ചോദ്യചിഹ്നമായിരിക്കാം. പക്ഷെ ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ്
ഒരു വെളിപ്പാടിനകത്തേക്ക് നിങ്ങളെ കൊണ്ടുവരാൻ പോവുക. ഒരു വെളിപ്പാടിനകത്തേക്ക്. അത് നിങ്ങളുടെ ജീവിതത്തെ ആകമാനം ചേഞ്ച് ചെയ്യും. അത് നിങ്ങളുടെ ജീവിതത്തെ ആകമാനം ചേഞ്ച് ചെയ്യും. സ്വർഗം ഇതിനകത്തുനിന്ന് ചിലരെ കർത്താവിന് വേണ്ടി വേർതിരിക്കാൻ പോവുക. അഭിഷേകത്തിന്റെ സാന്നിധ്യം ചലിക്കട്ടെ. ഭയത്തിന്റെ നിഴല് വീണ് കിടക്കുന്ന ചില വ്യക്തികളുടെ ഉള്ളിലേക്ക് ഇന്ന് രാത്രികാലം ദൈവ സാന്നിധ്യം ഇറങ്ങുക. ഓ ശബല ധുരബബ. ഭയത്തിന്റെ നിഴല് വീണ് എന്ത് കണ്ടാലും ഭയം. ഒന്നിനും അവൻ വിശ്വസിച്ച് അങ്ങോട്ട് മുൻപിലേക്ക് കാലെടുത്ത് വെക്കാൻ പറ്റുന്നില്ല. പരാജയപ്പെടുമോ എന്നുള്ള ഭയം. നിന്നെ പിന്തുടർന്ന ചില ഭയത്തിന്റെ ആത്മാവിനെ സ്വർഗമിന്റെ രാത്രികാലം പുറത്തു മാറ്റാൻ പോവുക. രാത്രിയാമങ്ങളിൽ അവൻ സ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേൽക്കുന്നത് പോലെ ഭാരപ്പെടുന്നവർ ഇന്ന് രാത്രികാലം പ്രാർത്ഥിച്ചോ. നിന്റെ ജീവിതത്തെ പിന്തുടർന്നു വരുന്ന ചില ഭയത്തിന്റെ ആത്മാവ് സ്വർഗം ഇന്ന് രാത്രികാലം അതിനെ ഉടയ്ക്കുക. സ്വർഗം അതിനെ ഉടയ്ക്കുക. ചില ഇരുട്ടിന്റെ ആധിപത്യങ്ങൾ ഇന്ന് രാത്രികാലം വ്യക്തി ജീവിതങ്ങളെ വിടാൻ പോവുക. നീ ഭയത്തിന് അടിമയായിട്ട് കിടക്കേണ്ടവരല്ല. നിന്റെ ദേശത്തിന്റെ നടുവിൽ ക്രിസ്തുവിനെ വെളിപ്പെടുത്തേണ്ട വ്യക്തിയാ. മുടിച്ചു കളയുമെന്ന് പറഞ്ഞ് പിന്നാലെ കൂടിയിരിക്കുന്ന ചില മണ്ഡലങ്ങളുണ്ട്. കർത്താവിന് വേണ്ടി നിൽക്കാൻ ഒത്തിരി താല്പര്യമാ, പക്ഷെ ഒന്ന് കയറി വരാൻ കഴിയാത്തതുപോലെ ഏതൊക്കെയോ മണ്ഡലങ്ങൾക്കകത്ത് നിങ്ങളെ പിടിച്ചു മൂടുന്ന ചില ഇരുട്ടിന്റെ ആധിപത്യങ്ങളോട് യുദ്ധം ചെയ്യുവാൻ തക്കവണ്ണം ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ആത്മാവ് ആമേൻ ഇറങ്ങുക. റിസീവ് ദൈവശക്തി നിങ്ങൾക്ക് മുൻപായി നിങ്ങൾ പാർക്കുന്ന ഭവനത്തിലേക്ക് ഇന്ന് രാത്രികാലം ചലിക്കുന്നു. പരിശുദ്ധ